ഇനി ഞാൻ പറയാൻ പോകുന്നത് ഹംബലി മദ്ഹബാണ്. ഞാനിപ്പോൾ 3 മദ്ഹബുകളുടെയും കിതാബുകൾ നിങ്ങൾക്ക് ഉദ്ധരിച്ചു. ഇനി സഹോദരന്മാര്, ഇനി നിങ്ങൾക്ക് ഞാൻ പറയാൻ പോകുന്നത് എന്താണ്? 4ാമത്തെ മദ്ഹബ് ഹംബലി മദ്ഹബ്. ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ, 10 ലക്ഷം ഹദീസ് മനപ്പാഠമാക്കിയ ലോക പ്രശസ്ത പണ്ഡിതൻ, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ജയിലിൽ കിടന്നിട്ട് അടിവാങ്ങിയ പണ്ഡിതൻ, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ ശാഫി ഇമാം റളിയല്ലാഹു അൻഹു മുഖേന സലാം പറഞ്ഞയച്ച പണ്ഡിതൻ, ഇമാം ബുഖാരിയുടെ ഉസ്താദ്, ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ, ആ മഹാനായ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബിലെ ഏറ്റവും മുഅ്തമദായ കിതാബാണ് ഇബ്നു ഖുദാമയുടെ മുഗ്നി. ആ മുഗ്നിയിൽ കേട്ടോളൂ സഹോദരന്മാരെ, ബഹുമാനപ്പെട്ടവര് രേഖപ്പെടുന്നത് കണ്ടോ. വയുർവാ അനിൽ ഉത്ബി ഖാല കുന്തു ജാലിസൻ ഇൻദ ഖബ്രിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം فجاء أعرابي فقال السلام عليك يا رسول الله سمعت الله يقول ولو أنهم ظلموا أنفسهم جاءوك فاستغفروا الله واستغفر لهم الرسول لوجدوا الله توابا رحيما وقد جئتك مستغفرا لذنبي مستشفيا بك إلى ربي. നേരത്തെ പറഞ്ഞ അതേ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് അഅറാബി വന്ന് പറഞ്ഞ സംഭവം ഉദ്ധരിച്ചു പറയുകയാണ്. നബിയേ, തങ്ങളടുക്കൽ ഞാൻ വന്നത് എന്റെ പാപത്തിന് പൊറുക്കലിനെ ചോദിക്കുന്നവരായ നിലക്കാണ്. അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്ന മുസ്തശ്ഫിയം ബിക ഇലാ റബ്ബി, തങ്ങളെ അടയാളനാക്കി തങ്ങളോട് ശഫാഅത്ത് തേടുകയും ചെയ്യുന്നു റബ്ബിലേക്ക്. ثم سيقول يا خير من دفنت بالقاع يعلبه فطاب من طيبهن القاع واللكم. നേരത്തെ ഉദ്ധരിച്ച അതേ പദ്യം തന്നെ ചൊല്ലി റസൂലുള്ളാഹിനെ വിളിച്ച് തേടി. സുമ്മൻ സറഫൽ അറാബിയു, പിന്നീട് അറാബി പോയി. ഫഹമലത്തിനി ഐനയ ഫനിംതു ഫറൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. നേരത്തെ പറഞ്ഞ അതേ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവരും പറയുന്നു, ഇത് നല്ലതാണെന്ന് ഈ പറഞ്ഞത് കൊണ്ട് വ്യക്തമാകുന്നു. വയുസ്തഹബ്ബു ലിമൻ ദഖലൽ മസ്ജിദ അൻ യുഖദ്ദിമ റിജ്ലഹുൽ യുംനാ സുമ്മ യഖൂലു ബിസ്മില്ലാഹ് വസ്സലാത്തു അലാ റസൂലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലുകയും അതുപോലെ വലത്തെ കാല് മുന്തിച്ചു വെച്ച് പള്ളിയിൽ കടക്കുകയും ബിസ്മില്ല ചൊല്ലുകയും ഒക്കെ ചെയ്യണമെന്ന് മഹാനവറുകൾ പറയുന്നു. സുമ്മത്തിൽ ഖബറ, പിന്നെ അദ്ദേഹം ഖബറിനടുക്കൽ ചെല്ലണം. പിന്നെ നീ ഖബറിനടുക്കൽ ചെല്ലണം. എന്ന് വതസ്തഖ്ബില വസ്തഹു വതഖൂലു അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു അസ്സലാമു അലൈക യാ നബിയല്ലാഹ് വഖിറതഹു മിൻ ഖൽഖിഹി അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം മഹാനവറുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വെച്ച് സലാത്ത് ചൊല്ലിയിട്ട് പിന്നെ എന്ത് വേണം? പിന്നെ അയാൾ പറയേണ്ട കാര്യം പറയുന്നു. അല്ലാഹുമ്മ ഇന്നക ഖുൽത വഖൗലുകൽ ഹഖ് വലൗ അന്നഹും യളലബു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുർ റസൂലു ലവജദുല്ലാഹ തവാബർ റഹീമാ. ഇത് പറഞ്ഞിട്ട് മോനെ സിയാറത്തിന് എന്ന് നീ പറയണം. വഖദ് അതൈതുക മുസ്തഗ്ഫിറൻ മിൻ ദുനൂബി, എന്റെ പാപങ്ങളിൽ നിന്ന് പൊറുക്കലിനെ ചോദിക്കുന്നവനായ നിലക്കാണ് നബിയെ തങ്ങളടുക്കൽ ഞാൻ വന്നത്. മുസ്തശ്ഫിഅൻ ബിക ഇലാ റബ്ബി, എന്റെ റബ്ബിനോട് ശുപാർശ തേടുന്ന നിലക്കാണ് വന്നത്. ഞാൻ അല്ലാഹുവോട് പൊറുക്കലിനെ ചോദിക്കുന്ന അല്ലാഹുവോട് ചെയ്ത തെറ്റിന്. അതേ സമയത്ത് തങ്ങളെ ഞാനിതാ ശുപാർശക്കാരനാക്കുന്നു, തങ്ങളെ എന്റെ റബ്ബിലേക്ക് ശുപാർശക്കാരനാക്കുന്നു. ഫഅസ്അലുക യാ റബ്ബി അൻ തൂജിബ ലിൽ മഗ്ഫിറ കമാ ഉജബ്തഹാ ലിമൻ ഹതാഹു ഫീ ഹയാതിഹി. റസൂലുള്ളാഹിന്റെ ഹയാത്ത് കാലത്ത് തങ്ങളെടുത്ത് വന്ന് സങ്കടം പറഞ്ഞാൽ അല്ലാഹുവേ നീ ദോഷം പുറത്തു കൊടുക്കാറില്ലേ, അതുപോലെ ഇപ്പോഴും എനിക്ക് നീ പുറത്തു തരണേ അല്ലാഹ്. അല്ലാഹുമ്മ ജഅലു അവ്വല ശാഫീൻ, എനിക്ക് ശുപാർശ പറയുന്ന ഒന്നാമത്തെ വ്യക്തിയായി തങ്ങളാക്കി തരണേ അല്ലാഹ്. വഅൻത ഹസായിലീൻ, നിന്നോട് ചോദിക്കുന്നവരിൽ ഏറ്റവും വിജയിച്ചവരാക്കി തരണേ അല്ലാഹ്. വഅക്രമൽ അക്രമീന ആഖിരീന വൽ അവ്വലീൻ, എല്ലാവരെക്കാളും ഏറ്റവും ബഹുമാനമുള്ളവരാക്കണേ അല്ലാഹ്. ഇങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ചെന്നിട്ട് അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നതിന് പുറമെ അല്ലാഹുവിന്റെ റസൂലിനോട് ശഫാഅത്ത് ചോദിക്കണമെന്ന് ഹംബലി മദ്ഹബിലെ ഏറ്റവും ഉത്തമമായ കിതാബ് മുഗ്നിയിലും രേഖപ്പെടുത്തുന്നു. സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം, ഈ മഹാനായ ഇമാം ഇബ്നു ഖുദാമ ഹിജ്റ 620 വഫാത്തായ മഹാനാണ്. ഇതൊന്നും പേരോട് രേഖപ്പെടുത്തിയതല്ലല്ലോ, ശൈഖുനാ കാന്തപുരം രേഖപ്പെടുത്തിയതല്ലല്ലോ, മറും കണ്യത്ത് ഉസ്താദോ ഇ കെ ഉസ്താദോ കിഗന ഉസ്താദോ എഴുതി
എഴുതിയതല്ലോ. ഇതൊക്കെ ഇമാമിങ്ങളെ കിതാബിലുള്ളതല്ലേ. 4 മദ്ഹബിന്റെ കിതാബുകളുമാണ് ഞാനിപ്പോൾ വായിച്ചത്. ഇനി ഈ 4 മദ്ഹബിന്റെ പുറത്തൊരു മനുഷ്യൻ പോയാൽ, ഈ 4 മദ്ഹബും വിട്ടൊരു മനുഷ്യൻ പുറത്തേക്ക് പോയാൽ അവന്റെ ഗതിയാണ് ഇബ്നുൽ ഹാജി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് പുറത്തുപോയി, പരാജയപ്പെട്ടു പോയി. സഹോദരന്മാരെ, ഇനി നിങ്ങൾക്ക് കേൾക്കണോ? പരിശുദ്ധ ഖുർആൻ എടുക്കൂ. ഞാൻ ആദ്യം തന്നെ ഖുർആനിലെ ആയത്തുകൾ ഉദ്ധരിക്കാതിരുന്നത് അതൊക്കെ പേരോട് ദുർവ്യാഖ്യാനം ചെയ്തു എന്ന് പറയണ്ട, സുന്നികൾ ദുർവ്യാഖ്യാനം ചെയ്തു എന്ന് പറയണ്ട. 4 മദ്ഹബിന്റെയും കിതാബുകൾ, ഏറ്റവും മുഅ്തമദായ കിതാബുകൾ ഉദ്ധരിച്ചാ പറഞ്ഞത്. അപ്പൊ ഒരു ദുർവ്യാഖ്യാനവും ഇല്ലല്ലോ. ഇമാമിങ്ങൾ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മനസ്സിലാക്കിയതാ പറഞ്ഞത്. ഇനി അവരുടെ കിതാബുകളാണ് ഉദ്ധരിച്ചത്. ഇനി ഒരു ചോദ്യം മാത്രമേ മുസ്ലിമീങ്ങൾക്കുള്ളൂ. ഹുസൈൻ സലഫിക്ക് വേണമെങ്കിൽ മരിക്കുന്നത് വരെ നാദാപുരത്ത് വന്ന് പോകാൻ ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷേ ഞങ്ങളുടെ ചോദ്യം എന്താണ്? ചോദ്യം ഓരോ മുസ്ലിമും കുറിച്ചു വെച്ചോ. ഒരു പക്ഷേ ഇനി 10 മാസം കഴിഞ്ഞ് തികഞ്ഞിട്ട് വന്നെങ്കിലോ? ഓ സഹോദരന്മാരെ, നിങ്ങൾ കുറിച്ചു വെച്ചോ. എന്താണ് ചോദ്യം? 4 മദ്ഹബിന്റെ കിതാബുകൾ ഇവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ ഇമാമിങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് തേടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തേടൽ പുണ്യമാണ്, നല്ല കാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഇമാമിങ്ങളൊക്കെ ശിർക്ക് പ്രചരിപ്പിച്ചവരാണോ? കുഫർ പ്രചരിപ്പിച്ചവരാണോ? ഈ ഇമാമിങ്ങളെല്ലാം മുശ്രിക്കീങ്ങളാണോ? ഈ ഇമാമിങ്ങളെല്ലാം കാഫിരീങ്ങളാണോ? ഹുസൈൻ സലഫി ആയാലും വിരോധമില്ല. ഇനി ഉമർ മൗലവി തന്നെ ഖബറിന്ന് വന്നാലും വിരോധമില്ല. KM മൗലവി വന്നാലും വിരോധമില്ല. ഞങ്ങളെ ചോദ്യം ഇതാണ്: ഈ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും മുശ്രിക്കീങ്ങളാണോ? കാഫിരീങ്ങളാണോ? അല്ല, ഈ കിതാബിൽ ഇല്ലെന്നാണോ? ഇല്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എവിടെയാണ് ജനങ്ങളെ മുന്നിൽ വെച്ച് ഇത് പരിശോധിക്കാൻ എപ്പോഴാണ് തയ്യാറുള്ളത്? എപ്പ തയ്യാറുണ്ടെങ്കിലും, ഖിയാമത്ത് നാളിന്റെ നേരെ തലേ ദിവസമാണെങ്കിലും, പാവപ്പെട്ട ഞാനില്ലെങ്കിലും എന്റെ ശിഷ്യപരമ്പരകൾ, ഞങ്ങളെ ഉസ്താദുമാരെ ശിഷ്യപരമ്പരകൾ ഖിയാമത്ത് നാൾ വരെ ഈ ഇമാമിങ്ങളെ കിതാബും പിടിച്ച് നിങ്ങളോട് പറയാനുണ്ടാകും കേട്ടോ. രണ്ടാമത് ഞാൻ പറയട്ടെ, നാളെ മഹ്ശറയിൽ വന്നാൽ ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് തേടിയതിന്റെ പേരിൽ ഈ കിതാബുകളുമായി ഇമാമിങ്ങളും ഞങ്ങളും ഒന്നായി റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ ഉണ്ടാകും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഏത് അൽമനാറും പിടിച്ചാണ് മഹ്ശറയിൽ വരിക? ഈ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളെയും വിട്ടിട്ട് നിങ്ങൾ എവിടത്തേക്കാ പോവുക? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഞാൻ ചീത്ത പറയുന്നില്ല, തെറി പറയുന്നില്ല. ഞാൻ കിതാബുകൾ തന്നെയാണ് ഉദ്ധരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കരയുദ്ധമാണ്. ശരിക്ക് ആലോചിച്ച് വന്നാൽ മതി. കരയുദ്ധമാണ്. മൗലവിന്റെ നോട്ട്സ് തീർന്നു പോയിട്ട് പണ്ട് പറഞ്ഞത് തന്നെ പറയാനായി ഇപ്രാവശ്യം ശ്രമിച്ചത്. പുതിയ നോട്ട്സ് കിട്ടാൻ അബ്ദുസലാം സുലൈം മർജേരിയിലായും പോയി. അങ്ങനെ വലിയ കുടുക്കിലാണ്. അതുകൊണ്ട് പറയട്ടെ, ഇമാമിങ്ങളെ കിതാബുകളാണ് ഇനി ഉദ്ധരിക്കുന്നത്. ഇനിയും കേട്ടോ, പരിശുദ്ധ ഖുർആൻ, ഖുർആനിന്റെ തഫ്സീറല്ലേ ഇബ്നു കസീർ. ആ ഇബ്നു കസീർ നിങ്ങൾ നോക്കൂ. ആ ഇബ്നു കസീറിലും അതാ ഇതേ സംഗതി തന്നെ പറയുന്നു. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇതേ വഖദ് ദക്കറ ജമാഅത്തും മിൻഹും ശൈഖ് അബൂ മൻസൂർ അസ്-സബ്ബാഖ്, ശൈഖ് അബൂ മൻസൂർ അസ്-സബ്ബാഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ്. മഹാനവറുകൾ ആരാണ്? ഇമാമുൻ ആലിമുൻ ജലീലുൽ ഖദ്രി കാന ഫഖീഹൻ ഫാദിലൻ ഹാഫിദൻ ലിൽ മദ്ഹബി മുതദയ്യിനൻ യസൂമു അദ്ദഹ്റ വയുക്സിറു അസ്സലാഹ്. ഹിജ്റ 494 മരണപ്പെട്ട, സുബ്ഹാനല്ലാഹ്, എപ്പോഴും നോമ്പും നിസ്കാരവുമായി കഴിഞ്ഞ വലിയ പണ്ഡിതനും ഇമാമുമായി അബൂ മൻസൂർ അസ്-സബ്ബാഖ് റളിയല്ലാഹു അൻഹു ഫീ കിതാബിഹി ശാമിൽ, ശാമിൽ എന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നേരത്തെ ഉദ്ധരിച്ച റസൂലുള്ളാഹിനെ വിളിച്ചു പറയുന്ന യാ ഖൈറ മൻ ദുഫിനത് എന്ന മദീനത്തെ പള്ളിയുടെ ചുമരുമ്മൽ എഴുതി വെച്ച അതേ പദ്യം ഉദ്ധരിച്ചിട്ട് അതാ അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ദോഷം പൊറുത്തു എന്ന സംഭവം ഇബ്നു കസീർ സൂറത്തുൻ നിസായിൽ, ഇബ്നു കസീർ അദ്ദേഹവും അതാ സഹോദരന്മാരെ 1-ാം വാള്യം 520-21 പേജിൽ വ്യക്തമായി രേഖപ്പെടുത്തുന്നു. ഇബ്നു കസീറിൽ ഇത് ഉണ്ടോ ഇല്ലേ? ചോദ്യം അത്രേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഇമാം റാസി റളിയല്ലാഹു അൻഹു
അവിടുത്തെ തഫ്സീറുൽ കബീറിന്റെ 10-ാം വാല്യം 130-ാമത്തെ പേജ്. ആ തഫ്സീറുൽ കബീറിന്റെ 10-ാം വാല്യം 130-ാമത്തെ പേജിൽ മഹാനായ ഇമാം റാസി റളിയല്ലാഹു തആല അൻഹു തങ്ങളും പറയുകയാണ്. എന്താ പറയുന്നത് കേട്ടോളൂ. ഇതേ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. വഅന്നഹും ഇദാ ജാഊഹു, നബിയുടെ സമീപത്ത് പാപം ചെയ്തു പോയവർ വന്നാൽ, ഫഖദ് ജാഊ മൻ ഖസ്സഹുല്ലാഹു ബിരിസാലതിഹി വഅക്റമഹു ബിവഹ്യി, അല്ലാഹു റസൂലും വഹി കൊടുത്ത് നബിയുമാക്കിയ മഹാനായ വലിയ പ്രത്യേകത ഉള്ള അടുക്കലാ വരുന്നത്. അല്ലാഹു പറഞ്ഞേച്ച ആൾ അടുക്കലാ വരുന്നത്. വജഅലഹു സഫീറൻ ബൈനഹു വബൈന ഖൽഖിഹി, ആ നബിയെ അല്ലാഹു തആല അവന്റെ ഇടയിലും അവന്റെ സൃഷ്ടികളുടെ ഇടയിലും മധ്യവർത്തിയാക്കി നിശ്ചയിച്ചിരിക്കുന്നു. വമൻ കാന കദാലിക, അങ്ങനെയുള്ള ഒരു മധ്യവർത്തിയാവുമ്പോ ഫൈനല്ലാഹ ലാ യറുദു ശഫാഅതഹു, നബിയുടെ റെക്കമെൻഡ് ഒരിക്കലും അല്ലാഹു തള്ളൂല. അതുകൊണ്ടാണ് റസൂലുള്ളാഹിനോട് പറയണമെന്ന് പറഞ്ഞത്. ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീർ അതേ 130-ാമത്തെ പേജിൽ 10-ാം വാല്യം 130-ാം പേജിലും ഇത് തന്നെ രേഖപ്പെടുത്തുന്നു. ഇനി ഇമാം റാസി ഇസ്തിഗാസക്കെതിരാണെന്നൊന്നും പറഞ്ഞു വെറുതെ വിവരക്കേട് പറയണ്ട. സഹോദരന്മാര്, നമ്മൾ വളണ്ടിയർമാര് ഒരു ബക്കറ്റും കൊണ്ടുവരും. വെള്ളം കോരാൻ വരുന്നതല്ല, അത് നിങ്ങളൊക്കെ നല്ല സംഭാവന കൊടുക്കണം. നമ്മൾ ഈ പരിപാടിക്ക് തന്നെ വലിയ ചെലവ് വരും, ചെറിയ ചെലവല്ല. നമുക്ക് മുജാഹിദീങ്ങളെ പോലെ സക്കാത്തിന്റെ ഫണ്ട്, സാധുക്കൾക്ക് കൊടുക്കേണ്ട ഫണ്ടൊക്കെ പിരിച്ചിട്ട് ഇതിന് വാടക കൊടുക്കാനൊന്നും പറ്റൂല. നമുക്ക് അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കണം. അവിടെ നിങ്ങളൊക്കെ നല്ല സംഭാവന കൊടുക്കണം, 100 കണക്കിന് കൊടുക്കണം. എന്നാലേ കടയില്ലാതെ പോവുള്ളൂ. ഒരുപാട് ചെലവുണ്ടാവും ഇതിന്. അത് നിങ്ങളൊക്കെ സ്വീകരിക്കണം, കഴിവിന്റെ പരമാവധി സഹായിക്കണം. അറിയുന്നത് പറയാനേ കഴിയൂ, അതിലപ്പുറം കഴിയൂല. അതുകൊണ്ട് നിങ്ങൾ സഹായിച്ചാലേ സഹകരിച്ചാലേ ഇതൊക്കെ പറ്റൂ. ഞമ്മക്ക് പിന്നെ അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടിക്കൊടുള്ള അഭിപ്രായമില്ല, നിങ്ങളോടൊക്കെ തേടാന്ന. സഹായിക്കുന്നവൻ അള്ളാഹെന്ന് ഉറപ്പാണ്. കാരണം അള്ളാഹ് നിങ്ങൾക്ക് തരാൻ കഴിയൂലല്ലോ. അപ്പൊ ആര് സഹായിച്ചാലും സഹായം അള്ളാഹിന്റെ തന്നെയാണ്. അത് നമ്മൾ ഉറച്ച വിശ്വാസമാണ്. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം, അള്ളാഹുവിൽ നിന്നല്ലാതെ സഹായം ഇല്ല. പക്ഷെ അള്ളാഹുവിന്റെ സഹായം അവൻ നിശ്ചയിച്ച ആളുകൾ മുഖേന, അള്ളാഹ് നിശ്ചയിച്ച മഹാന്മാര് മുഖേന കിട്ടലാണ്. അങ്ങനെ മുഖേന എന്ന് പറഞ്ഞ സംഗതി ഇല്ല എന്നാണ് മുജാഹിദികൾ പറയുന്നത്. നമ്മൾ മുഖേന എന്നൊന്നുണ്ട് നമ്മൾ പറയുന്നത്. പക്ഷെ പൈസന്റെ കാര്യത്തിൽ അവരും സഹായം ചോദിക്കും കേട്ടോ, കാരണം അത് അവർക്കും കിട്ടണമല്ലോ. അതുകൊണ്ട് അവരും സഹായം ചോദിക്കും. അള്ളാഹ് മാത്രമേ കൊടുക്കുന്നതിനുള്ളൂ, സൃഷ്ടികളോട് സഹായം തേടാൻ പാടില്ല എന്ന് മൗലവി ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷെ പൈസന്റെ കാര്യത്തിൽ എല്ലാവരോടും സഹായം ചോദിക്കും. ഇരിക്കട്ടെ സഹോദരന്മാരെ, അപ്പൊ എന്താണ് തഫ്സീറിന്റെ കിതാബുകളിൽ പറഞ്ഞത്? മൗലവിമാര് പറയും, ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കും. അതിനാണ് ഞാനിപ്പോ തഫ്സീർ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചു. ഒന്ന് ഇബ്നു കസീർ ഉദ്ധരിച്ചു, ഒന്ന് റാസി ഉദ്ധരിച്ചു. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, ഈ ഇബ്നു കസീർ പറഞ്ഞാൽ ഞങ്ങൾക്ക് തെളിവാണെന്ന്. അതാ ഇബ്നു അബ്ദുൽ വഹാബിന്റെ തന്നെ സ്വന്തം ആശയം പറയുന്ന ഗ്രന്ഥം ഇതാ എവിടുന്ന് പുറത്തിറക്കി? അതേ, ഇത് പുറത്തിറക്കിയ സൗദി അറേബ്യയിൽ നിന്ന്. ആരാണ് ഇത് സഹീഹാക്കിയത്? ആരാണ് ഇത് പരിശോധിച്ച് ക്ലിയറാക്കിയത്? ആരാണ്? ആ പരിശോധിച്ച് അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുല്ലാഹിൽ ബാസ്, ഇബ്നു ബാസ് എന്ന് പറയുന്ന അവരുടെ സൗദിയിലെ മുഫ്തിയായിരുന്ന പണ്ഡിതൻ, അയാൾ പരിശോധിച്ചിറക്കിയ ഗ്രന്ഥം അശ്ശൈഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അഖീദത്തുഹു സലഫിയ്യ വദഅവത്തുൽ ഇസ്ലാഹിയ്യ എന്ന് പറയുന്ന ഈ ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിൽ പറയുന്നത് കേട്ടോ, ഞങ്ങളിതാ തഫ്സീറുകൾ തള്ളുന്നവരല്ല, മദ്ഹബ് തള്ളുന്നവരല്ല എന്ന് പറഞ്ഞിട്ട് അയാൾ പറയുന്നത് കേട്ടോ, സുമ്മ ഇന്നാ നസ്തഈനു അലാ ഫഹ്മി കിതാബില്ലാഹി, അല്ലാഹുവിന്റെ ഖുർആൻ മനസ്സിലാക്കാൻ നമ്മൾ സഹായം തേടും. ബിത്തഫാസീരി, തഫ്സീറുകളോട് സഹായം തേടും. ഏതായാലും തഫ്സീറിന്റെ സഹായം സ്വീകരിക്കും. അൽ മുതദാവില, എല്ലാവരും ഉപയോഗിക്കുന്ന തഫ്സീർ എന്ന് പറഞ്ഞിട്ട് പറയാണ്. വമിൻ അദല്ലിഹാ ലദൈന, അതിൽ പ്രധാനപ്പെട്ടതാണ് തഫ്സീർ ഇബ്നു ജരീർ, ഇബ്നു ജരീറിന്റെ തഫ്സീർ. വമുഖ്തസറുഹു ലിബ്നു കസീർ ശാഫിഈ, ശാഫിഈ മദ്ഹബുകാരനായ ഇബ്നു കസീറിന്റെ തഫ്സീർ ഞങ്ങൾ സ്വീകരിക്കും. വകദാലിക്കൽ ബഗവി വൽ ബൈദാവി വൽ ഖാസിൻ വൽ ഹദ്ദാദ് വൽ ജലാലൈനി, ജലാലൈനി അടക്കമുള്ള എല്ലാ തഫ്സീറും സ്വീകരിക്കുമെന്ന് ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ഇവരുടെ കേന്ദ്ര നേതാവ് പറയാണ്. എന്നിട്ട് പിന്നെ ഇവർ വലാ ഫഹ്മിൽ ഹദീസി ബിശുറൂഹിൽ അയിമ്മത്തിൽ മുബ്രിസീന കൽ അസ്ഖലാനി വൽ ഖസ്തല്ലാനി വഅലൽ ബുഖാരി വൻ നവവി അലാ മുസ്ലിം വൽ മനാബി അലൽ ജാമി സഗീർ. ഇതുപോലെ ഇമാം ഹാഫിദുൽ അസ്ഖലാനിയുടെ അതേ ഫതുഹുൽ ബാരി പോലുള്ള കിതാബുകൾ, ഹാഫിദുൽ അസ്ഖലാനിന്റെ കിതാബ് സ്വീകരിക്കും, ശറഹ് സ്വീകരിക്കും.
ഖസ്തല്ലാനി സ്വീകരിക്കും, നവവി ഇമാമിന്റെ ശറഹ് സ്വീകരിക്കും, മനാവി സ്വീകരിക്കും. ഇങ്ങനത്തെ ഒക്കെ സ്വീകരിക്കും ഇവര് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറയുന്നു. ആ തഫ്സീറിലുള്ളതാ ഞാൻ ഈ നോക്കി വായിച്ചത്. ഓ മുസ്ലിമീങ്ങളെ, ശരിക്ക് നിങ്ങളൊന്ന് മനസ്സിലാക്കണേ. ഇനി ഉദ്ധരിക്കുന്നത് ആരെ തഫ്സീറാന്നറിയോ? നെഞ്ഞത്ത് കൈകെട്ടണമെന്ന് ആദ്യമായി പറഞ്ഞാണ് തഫ്സീർ. കേട്ടില്ലേ? ഒരു കൂട്ടർ എല്ലാ ആളുകളും മക്കത്തെ ഇമാമീങ്ങൾ വരെ മദീനത്തെ ഇമാമീങ്ങൾ വരെ അവര് കോഴിക്കോട്ട് മുജാഹിദിന്റെ സമ്മേളനത്തിൽ വന്നാൽ വരെ അല്ലാഹു അക്ബർ തെറ്റ് പൊക്കലിന്റെ മേലെ നെഞ്ഞിന്റെ ചോടെ കൈകെട്ടു. കുറച്ച് മനുഷ്യന്മാര് സാധുക്കള് അല്ലാഹു അക്ബർ തെറ്റ് ട്രാൻസ്ഫോമറിന്റെ മേലെ വരച്ചു വെച്ച മാതിരി. ഇങ്ങനെ ഡേഞ്ചർ, അപകടം, അപായം, തുടരുത് തുടരരുത് എന്നതിന് ഒരു അടയാളം. ഈ അടയാളമുള്ള ആളുകളിലെ 4 മദ്ഹബിനും എതിരായിട്ട് കൈകെട്ടുന്നവര്, ആ കൈകെട്ടുന്ന കക്ഷികൾക്ക് ആദ്യം ഈ തുടക്കം കുറിച്ച ആളാണ് ഷൗക്കാനി. അയാള് മുജാഹിദിന്റെ നേതാവാണെന്ന് എവിടെ പറഞ്ഞു? ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിനൊരാമുഖം, മുജാഹിദിന്റെ ചരിത്രം പറയുന്ന വലിയ കിതാബാണിത്. ഈ കിതാബില് അത് മുജാഹിദ് സെന്ററിന് പ്രസിദ്ധീകരിച്ചതാണ്. ഈ പുസ്തകത്തിൽ അതാ പറയുന്ന ഷൗക്കാനിയും അഫ്ഗാനിയും 1172 ഭൂജാതനായി 1250 അന്തരിച്ച ഷൗക്കാനി യമനിൽ ഉദ്ധാരണ പ്രവർത്തനം നടത്തി. ഈ ഷൗക്കാനിയുടെ ഇയാളാണ് ആദ്യമായി നെഞ്ഞത്ത് കെട്ടണം എന്ന് പറഞ്ഞ ആള്. ഒരു ഇമാമിങ്ങളും അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ ഷൗക്കാനി എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിന്റെ തഫ്സീർ എന്ന പേരിൽ എഴുതിയ പുസ്തകമാണിത്. ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് കേട്ടോ, വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക എന്ന ആയത്ത് ഉദ്ധരിച്ചിട്ട് അദ്ദേഹം പറയാണ്, മുതവസ്സിലീന ഇലൈക, നബിയെ തെറ്റ് ചെയ്തു പോയ ആളുകൾ തങ്ങളെ വഴിപ്പെടാതെ മറ്റുള്ളവർക്ക് വഴിപ്പെടാൻ ഒരുങ്ങിയ ആളുകൾ അവര് തങ്ങളടുക്കലേക്ക് വന്നാൽ തങ്ങളെ വിധി സ്വീകരിക്കാതെ മറ്റേതെങ്കിലും കക്ഷികളുടെ വിധി തീരുമാനിച്ച് തങ്ങളെ വിധി കള്ളുടിക്കരുത്, വ്യഭിചരിക്കരുത്, തോന്നിയാസം ചെയ്യരുത്, കളവ് പറയരുത്, അതുപോലെ തന്നെ ഒരു തെറ്റും ചെയ്യരുത്, അങ്ങനത്തെ തീരുമാനത്തിനെതിരായി തെറ്റ് ചെയ്തു പോയ ആളുകൾ തങ്ങളടുക്കൽ വന്നാൽ ജാഊക, തങ്ങളടുക്കൽ വന്നിട്ട് മുതവസ്സിലീന ഇലൈക, തങ്ങളിലേക്ക് അതാ തങ്ങളെ ഇടയാളനാക്കുന്ന നിലക്ക് വന്നാൽ മുന്തസിരീന ജിനായത്തിയും മുഖാലഫത്തിയും, തെറ്റുകളൊക്കെ മാറ്റി നിർത്തിയിട്ട് വന്നാൽ ഫസ്തഗ്ഫിറുല്ലാഹ ലിദുനൂബിഹിം, അവരെന്നിട്ട് പടച്ചവനോട് പൊറുക്കലിനെ ചോദിച്ചാൽ വതദറഉ ഇലൈക, തങ്ങളോട് വിനയത്തോടുകൂടെ പറയുകയും ചെയ്താൽ ഹത്താ ഖുംത ശഫീഅൻ ലഹും, എന്നിട്ട് തങ്ങൾ അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്താൽ ഫസ്തഗ്ഫർത ലഹും, എന്നിട്ട് തങ്ങൾ അവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി അള്ളാഹിനോട് പറയുകയും ചെയ്താൽ നബിയേ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, ദോഷം അല്ലാഹു പുറത്തു കൊടുക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടുക്കലേക്ക് ഇടയാളനാക്കി താഴ്മയോട് വന്ന് സങ്കടം പറയണമെന്ന് നിങ്ങളെ തഫ്സീറിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആകയാൽ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന നബിയെ വിളിച്ച് തേടണമെന്നാണ്, നബിയോട് ശഫാഅത്ത് ചോദിക്കണമെന്നാണ്, അതേ നബി തങ്ങളോട് ഇസ്തിഗാഥ ചെയ്യണമെന്നാണ്, നബിയെ ഇടയാളനാക്കണമെന്നാണ്. ഇനി ഹദീസിലേക്ക് കടക്കുന്നു സഹോദരന്മാരെ. അപ്പൊ ഇമാമീങ്ങളെ കിതാബ് പറഞ്ഞു, മദ്ഹബിന്റെ കിതാബുകൾ പറഞ്ഞു, പിന്നെ ഇമാമീങ്ങളെ തഫ്സീർ പറഞ്ഞു. ഇനിയും ധാരാളമുണ്ട്, പറയാൻ സമയമില്ല. ഇമാം റാസി അതാ റഫഅന ലക ദിക്റക എന്ന ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നു, നബിയെ തങ്ങളെ ബഹുമാനം അല്ലാഹു പറഞ്ഞില്ലേ, അല്ലാഹു തആല തങ്ങളെ പ്രസിദ്ധിയെയും പേരിനെയും അല്ലാഹു ഉയർത്തി വെച്ചു എന്ന് പറഞ്ഞില്ലേ, അത് വിശദീകരിച്ചുകൊണ്ട് പറയാണ് വൽ വആദു യുബല്ലിഗൂന വഅലക, വഅദ് പറയുന്ന പണ്ഡിതന്മാര് തങ്ങളെ ഉപദേശമാണ് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നത്. ബലിൽ ഉലമാഉ വസ്സലാത്തീനു യസ്ലൂന ഇലാ ഖിദ്മതിക, രാജാക്കന്മാരും പണ്ഡിതന്മാരും ഒക്കെ തങ്ങളെ സേവനത്തിന് വേണ്ടി തങ്ങളെ ഖബറുങ്കൽ വരികയാണ്. വയുസല്ലിമൂന മിൻ വറാഇൽ ബാബി അലൈക, തങ്ങളെ റൗളാ ശരീഫിന്റെ വാതിലിന്റെ അപ്പുറത്തുനിന്ന് അവരൊക്കെ തങ്ങൾക്ക് സലാം പറയാണ്. വയംസഹൂന വുജൂഹഹും ബിതുറാബി റൗളതിക, തങ്ങളെ റൗളന്റെ മണ്ണ് കിട്ടുമെങ്കിൽ അവരെടുത്തത് അതാ അവരുടെ മുഖം അതുകൊണ്ട് തുടക്കുകയാണ്. വയർജൂന ശഫാഅതക, തങ്ങളെ ശഫാഅത്ത് അവർ പ്രതീക്ഷിക്കുകയാണ്. ഫസറഫുക ബാഖിൻ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ തങ്ങളെ ബഹുമാനം നിലനിൽക്കുന്നത് തന്നെയാണ് നബിയേ. ഏത് മുജാഹിദ് വന്നാലും ഏത് സലഫി വന്നാലും അവിടുത്തെ ബഹുമാനത്തിനൊരു കുറവുമില്ല. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാണ്,
ഇനി സഹോദരന്മാരെ, ഇതേ റാസിയിൽ തന്നെ സൂറത്തുൽ കഹ്ഫിന്റെ തഫ്സീർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുക്കൽ കൊണ്ടുവന്ന് വെക്കുകയാണ്. എന്താ കൊണ്ടുവന്ന് വെക്കുന്നത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യിത്താണ്. എന്നിട്ടോ സഹാബത്ത് വിളിക്കാണ്, അള്ളാന്റെ റസൂലിനെ വിളിക്കാണ്. വിളിച്ചിട്ട് എന്താ പറയുന്നത്? അബൂബക്കറിൻ ഫിൽ ബാബി യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലേ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയിട്ടുണ്ട്. അപ്പൊ ഖബറിന്ന് സഹാബത്ത് കേൾക്കുകയാണ്, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, പ്രിയപ്പെട്ട നബിയുടെ അടുക്കലേക്ക് പ്രിയപ്പെട്ട സിദ്ദീഖുൽ അക്ബറിനെ പ്രവേശിപ്പിക്കുവീൻ. ഇത് റാസിയിലുള്ളതാണ് മൗലൈമാരെ. റാസി ഇമാമിന്റെ തഫ്സീർ തൊടാൻ അവകാശമുണ്ടോ നിങ്ങൾക്ക്? ഇബ്നു കസീർ തൊടാൻ അധികാരമുണ്ടോ നിങ്ങൾക്ക്? ഖുർത്തുബി തൊടാൻ അധികാരമുണ്ടോ നിങ്ങൾക്ക്? ഇമാമിങ്ങളെ കിതാബ് തൊടാൻ അധികാരമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ ഈ ഇമാമിങ്ങൾ മുഴുവനും അവരെ സർവ്വ കിതാബിലും ശിർക്കും കുഫറും എഴുതി വെച്ചിട്ട് കാഫിറ എന്ന് പറയുന്നവരല്ലേ, മുശ്രിക്ക എന്ന് പറയുന്നവരല്ലേ? ഇമാമിങ്ങളെ മുശ്രിക്കാക്കിയിട്ട് നിങ്ങൾ മുസ്ലിമീങ്ങളാണല്ലേ? ഇനി കേൾക്കണോ? ഹദീസിലേക്ക് കടക്കട്ടെ. ഒന്നാമതായി എടുക്കുമോനെ ബുഖാരി, സഹീഹുൽ ബുഖാരി. ആ ബുഖാരിയിൽ എന്താ ഉള്ളത്? മൗലവി വന്നിട്ട് ചോദിക്കുകയാണ്. മൗലവി ആദ്യം ചോദിച്ചിരുന്നത് നാദാപുരം ടൗണിൽ വെച്ചാണ്. അത് വേലികെട്ടി മുട്ടിപ്പോയതിനു ശേഷം പിന്നെ മൂപ്പര് ചേറ്റുകെട്ടിയിലേക്ക് പോയതാണ്. അത് സിനിമ ടാക്കീസ് ഉണ്ടാക്കിയ സ്ഥലമാണെന്ന് ഞാൻ പറഞ്ഞതിന് ശേഷം സുബ്ഹാനല്ലാഹ്, അതിന്റെ ഉടമയും ഏതായാലും അതിന് കൊടുക്കുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കി അവിടെ വാഴ വെച്ച് പൂർണ്ണമായി മുട്ടിയതിനു ശേഷം ഇപ്പോൾ കൂടുതൽ ഒന്നുകൂടി കള്ള് ഷാപ്പിന്റെ അടുത്തിട്ടാണ് സ്റ്റേജ് കെട്ടിയതെന്നാണ് അറിവ്. ഇരിക്കട്ടെ, ആ കള്ള് ഷാപ്പിന്റെ അടുത്ത് നിന്ന് പ്രസംഗിച്ച പ്രസംഗത്തിൽ മൗലവി പറയുന്നത് എന്താണെന്നറിയോ? സിദ്ദീഖുൽ അക്ബർ യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചിട്ടുണ്ടോ? എന്നാ കേട്ടോ മൗലവി. സഹീഹുൽ ബുഖാരിയിലെ 1241 ഹദീസാണ് ഉദ്ധരിക്കുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, അഖ്ബല അബൂബക്കർ റളിയല്ലാഹു അൻഹു അലാ ഫറസിഹി മിൻ മസ്കനിഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം വീട്ടിൽ നിന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു കുതിരപ്പുറത്ത് ഇങ്ങോട്ട് വന്നു. അങ്ങനെ വന്നിട്ട് ഹത്താ നസല ഫദഖലൽ മസ്ജിദ, പള്ളിയുടെ സമീപത്തെത്തിയിട്ട് കുതിരയെ കെട്ടിയിട്ട് പള്ളിയിലേക്ക് കടന്നു. ഫലം യുകല്ലിമിൻ നാസ്, ഒരാളോടും സംസാരിച്ചില്ല. ഹത്താ ദഖല അലാ ആയിഷ റളിയല്ലാഹു അൻഹാ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ സമീപത്തെത്തി. അടുക്കൽ എന്നും മേലെ എന്നും രണ്ടർത്ഥവും അലാക്കുണ്ട്. എല്ലാ അലയും മേലെയാണെന്ന് കരുതിയിട്ടാണ് നെഞ്ഞത്തേക്ക് കൈപോയത്. ഇവിടത്തെ അലക്കും അലാ സദ്രിഹി എന്ന അലക്കും അടുക്കൽ എന്നാണ് അർത്ഥം. ഇമാം മഹല്ലി മറ്റും വിശദീകരിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, അലാ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മേലെ കയറി ചെന്നു എന്നല്ല, ആയിഷ ബീവിന്റെ അടുക്കൽ കയറി ചെന്നു. ഫതയമ്മമൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തേക്ക് കരുതി. തേമ്മമാന്ന് കേട്ടിട്ട് ഇനി മൗലവിമാര് തേമം ചെയ്തു എന്നർത്ഥം വെക്കണ്ട. ഓരോ വാചകത്തിന് ഓരോ സ്ഥലത്ത് ഓരോ അർത്ഥമാണ്. ഫതയമ്മമൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിനെ കരുതി. എന്നിട്ടോ വഹുവ മുസജ്ജം ബിബുർദി ഹിബറത്തിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുതപ്പിട്ട് മൂടിക്കിടക്കുകയാണ്. വഫാത്തായിട്ട് പുതപ്പിച്ച് കിടത്തിയതാണ്. ഫകശഫ അൻ വജ്ഹിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നിന്ന് തുണിയൊന്ന് നീക്കി. സുമ്മ അകബ്ബ അലൈഹി, കശഫ എന്ന വാക്ക് അധികവും തുണി നീക്കുക എന്ന അർത്ഥത്തിനാണ് ഉപയോഗിക്കുക, വിരി നീക്കുക. ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ നബിയുടെ ഖബർ കശഫത്ത്, അതേ നീക്കി കാണിച്ചു കൊടുത്തു എന്ന് കാണാം. ആ വാചകം അറിയിക്കുന്നത് തുണി ഉണ്ടെന്നാണ് മേലെ. ഇരിക്കട്ടെ, ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഏതായിരുന്നാലും ശരിഫ കശഫ അൻ വജ്ഹിഹി, റസൂലുള്ളാഹിന്റെ മുഖത്ത് നിന്ന് തുണിയൊന്ന് നീക്കി. സുമ്മ അകബ്ബ അലൈഹി, നബിയിലേക്കൊന്ന് മുഖം താഴ്ത്തി. ഫഖബ്ബലഹു, അല്ലാഹുവിന്റെ റസൂലിനെ ഒന്ന് ചുംബിച്ചു. സുമ്മ ബക്കാ, പിന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി കിടക്കുന്നു. അത് കണ്ടപ്പോൾ കരഞ്ഞുപോയി. എന്നിട്ടോ പിന്നെന്ത് ചെയ്തു? വഫാത്തായ നബിയെ വിളിക്കാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? അത് ഈ സമുദായത്തിന് ആദ്യമായി പഠിപ്പിക്കുന്ന നേതാവ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ വഫാത്തിന് ശേഷം വിളിക്കുകയാണ്. ബി അബീ അൻത വ ഉമ്മീ യാ നബിയല്ലാഹ്,
യാ നബി അല്ലാഹ് സിദ്ദീഖുൽ അക്ബർ വിളിച്ചോ, പറഞ്ഞോ. സലഫിയുടെ സംശയമാണ്. അത്തരം സംശയമുള്ളവന്റെ കാര്യമായി ഇബ്നുൽ ഹാജി തങ്ങൾ പറഞ്ഞത് അള്ളാന്റെ റഹ്മത്ത് കിട്ടൂല. റസൂലുള്ളാഹിനെ വിളിക്കാമോ പറയാമോ? സംശയിച്ചോന് റഹ്മത്ത് കിട്ടൂല. എന്തേ സിദ്ദീഖുൽ അക്ബർ വിളിക്കാണ്? ബി അബി അന്ത വ ഉമ്മി യാ നബിയല്ലാഹ്, അള്ളാന്റെ നബിയായവരേ, നബിയായവരെ എന്ന് വിളിച്ചിട്ട് നിർത്തിയോ ഇല്ല. ജീവിതകാലത്ത് പറയുന്നത് പോലെ തന്നെ പറയുകയാണ്. മരിച്ചവർക്ക് വല്ലതും സമർപ്പിക്കാൻ പറ്റുമോ? മരിച്ചവർക്ക് സമർപ്പിച്ച കാഫിറാവുന്നതാണ് ഈ മുജാഹിദ് മതം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ദീന് കേട്ടോ. സിദ്ദീഖുൽ അക്ബർ പറയുന്നത് ലോകത്തൊരു മനുഷ്യൻ ഏറ്റവും പ്രിയം വെക്കുന്ന സംഗതി, ഏറ്റവും ആദരിക്കുന്ന സംഗതി ബാപ്പയും ഉമ്മയുമല്ലേ. ഏറ്റവും കടപ്പാടുള്ളതും അതാ കുടുംബ ബന്ധമെന്ന നിലക്ക് അവരോടല്ലേ. എന്നാ സഹോദരന്മാരെ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ് ബി അബി അന്ത വ ഉമ്മി യാ നബിയല്ലാഹ്, അല്ലാഹുവിന്റെ നബിയായവരേ, എന്റെ ബാപ്പയെ തങ്ങൾക്ക് തരും, എന്റെ ഉമ്മയെ തങ്ങൾക്ക് തരും. എന്റെ ബാപ്പയെ തങ്ങൾക്ക് സമർപ്പിക്കുന്നു, എന്റെ ഉമ്മയെ തങ്ങൾക്ക് സമർപ്പിക്കുന്നു. വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ ബാപ്പയെ അങ്ങേക്ക് തരും നബിയെ, എന്റെ ഉമ്മയെ അങ്ങേക്ക് തരുന്നു നബിയെ. ഇത് പറഞ്ഞത് എന്തേ? വഫാത്തായത് മനസ്സിലാകാതെ പറഞ്ഞു പോയതാണോ? അങ്ങനെ ഒരു സംശയം ഇനിയൊരു സലഫിയും പറയണ്ട. അതുകൊണ്ട് അതാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് അപ്പൊ തന്നെ അല്ലാഹ് പറയിപ്പിക്കുകയാണ്, ലാ യജ്മഉല്ലാഹു അലൈക മൗതതൈനി, അങ്ങേക്ക് രണ്ട് മൗത്ത് അല്ലാഹ് സംഘടിപ്പിക്കൂല നബിയെ. അമ്മൽ മൗതത്തുല്ലത്തി കുതിബത്ത് അലൈക, അങ്ങേക്ക് കണക്കാക്കപ്പെട്ട ശരിയായ മൗത്ത് ഫഖദ് മുത്തഹാ, തങ്ങൾ മൗത്തായി കഴിഞ്ഞു നബിയേ. തങ്ങൾ മൗത്തായി എന്നതിൽ എനിക്കൊരു സംശയവും ഇല്ല. മൗത്തായിട്ടില്ല എന്ന് വിചാരിച്ച് വിളിച്ചതല്ല, മൗത്തായി എന്ന് ഉറച്ചിട്ട് തന്നെയാ വിളിച്ചത്. മൗത്തായിട്ടില്ല എന്ന് വിചാരിച്ച് ബാപ്പനെയും ഉമ്മനെയും തരും എന്ന് പറഞ്ഞതല്ല. ഞാൻ എന്തും തരും എന്റെ ബാപ്പനെയും ഉമ്മനെയും അങ്ങയ്ക്ക് തരുമെന്ന് പറഞ്ഞത് മൗത്തായി എന്ന് ഉറപ്പോടുകൂടിയാണ് നബിയേ. സഹീഹുൽ ബുഖാരിയിലെ 1241 നമ്പർ ഹദീസാണിത്. എന്നാൽ അതിന്റെ പുറമെ ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന കിതാബ് ലോകത്തുള്ള മുഴുവൻ ആളുകളെയും തട്ടി വിളിക്കാൻ, എല്ലാവരെയും സന്മാർഗത്തിലേക്ക് നയിക്കാൻ ഇമാം ഗസ്സാലി എഴുതിയ ഇഹ്യാ ഉലൂമുദ്ദീൻ അതിന്റെ 6-ാം വാള്യം 107-ാമത്തെ പേജിൽ ഈ സംഭവം വിവരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവര് പറയുന്നു. അതിന്റെ പുറമേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് പറയാണ്, ഉദ്കുർനാ യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈക ഇൻദ റബ്ബിക വൽനകുൻ ബിബാലിക. ഉദ്കുർനാ യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയേ, ഞങ്ങളെ കാര്യം തങ്ങൾ പറയണേ നബിയേ. സല്ലല്ലാഹു അലൈക, അങ്ങേക്ക് അല്ലാഹ് സലാത്ത് നൽകട്ടെ. ഇൻദ റബ്ബിക, തങ്ങളെ റബ്ബിന്റെ അടുക്കൽ ഞങ്ങളെ കാര്യം തങ്ങൾ പറയണേ നബിയേ. വൽനകുൻ ബിബാലിക, തങ്ങളെ മനസ്സിൽ ഞങ്ങളെല്ലാം എപ്പോഴും ഉണ്ടാകണം നബിയേ. തങ്ങൾ ഞങ്ങളെ മറക്കരുതേ നബിയേ. ഞങ്ങളെ കാര്യം തങ്ങൾ അല്ലാഹുവോട് പറയണേ നബിയേ. മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീനിന്റെ 6-ാം വാല്യം 107-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നു. ഓ മുസ്ലിമീങ്ങളെ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വഫാത്തിന് ശേഷം യാ നബി അല്ലാഹ് എന്ന് വിളിച്ചു. റസൂലുള്ളാഹിനോട് ഞങ്ങളെ കാര്യം തങ്ങൾ പറയണമെന്ന് പറഞ്ഞു. ഓ നബിയേ, തങ്ങൾ ഞങ്ങളെ ഓർമ്മിക്കണേ എന്ന് പറഞ്ഞു. ഇതൊക്കെ വഫാത്തിന് ശേഷമല്ലേ മുസ്ലിമീങ്ങളെ? ഇമാം ഗസ്സാലി ശിർക്ക് പ്രചരിപ്പിച്ച പണ്ഡിതനാണോ? ഇമാം ഗസ്സാലി മുശ്രിക്കാണോ? ഇമാം ഗസ്സാലി കാഫിറാണോ? ഇമാം ബുഖാരി മുശ്രിക്കാണോ? ഇമാം ബുഖാരി കാഫിറാണോ? ഓ മുസ്ലിമേ, ഇനിയും നിനക്ക് റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം വിളിക്കാമോ പറയാമോ എന്നതിൽ സംശയമുണ്ടോ? നിന്റെ കാര്യം അപകടം തന്നെ, നിന്റെ കാര്യം
അപകടം തന്നെ. നിന്റെ ആഖിറം കാണേണ്ടത് തന്നെ. നിന്റെ പ്രതിപക്ഷത്ത് വരുന്ന ഇമാമിങ്ങൾ ആരൊക്കെയാണ്? നീ കാഫിറാക്കുന്നത് ഏതൊക്കെ ഇമാമിങ്ങളെയാണ്? നീ നിന്റെ എതിരാളികളായി നിർത്തിയത് ഏതൊക്കെ മഹാന്മാരെയാണ്? നെഞ്ഞത്ത് കൈവച്ചൊന്ന് ചിന്തിക്കൂ മുജാഹിദേ. നിസ്കരിക്കുമ്പോ വെക്കാനുള്ളതല്ല നെഞ്ഞ്. ഇത്തരം കാര്യം ചിന്തിക്കുമ്പോ കൈവെക്കാനുള്ളതാ നെഞ്ഞ്. ശരിക്ക് നെഞ്ഞത്ത് കൈവച്ച് ഒന്ന് ചിന്തിക്കൂ മുജാഹിദേ. നിനക്ക് പേരോടിന്റെ പ്രസംഗത്തിന്റെ ആദ്യവും അവസാനവും അപ്പുറവും ഇപ്പുറവും തട്ടിയിട്ട് സ്ക്രീനിൽ വെച്ച് പലതും ഇവിടെ കാണിക്കാൻ കഴിയും. പക്ഷേ പടച്ചവന്റെ കോടതിയിൽ ഈ കിതാബുകളും കൊണ്ട് പാവപ്പെട്ട പേരോട് വന്നാൽ, കാന്തപുരം ഉസ്താദ് വന്നാൽ, കീഴന ഉസ്താദ് വന്നാൽ, കണ്യത്ത് ഉസ്താദ് വന്നാൽ, ഉള്ളാളം തങ്ങൾ വന്നാൽ, ഓക്കെ ഉസ്താദ് വന്നാൽ, കുത്തുബി തങ്ങൾ വന്നാൽ, പാണക്കാട് തങ്ങൾ വന്നാൽ, അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ വന്നാൽ, ഞങ്ങളെ മുൻഗാമികളായ സാദാത്തുക്കളും ആലിമീങ്ങളും ഉമർ ഖാദി റളിയല്ലാഹു അൻഹു വന്നാൽ, സൈനുദ്ദീൻ മഖ്ദൂം വന്നാൽ, ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ വന്നാൽ, ഇമാം റംലി വന്നാൽ, ഇമാം നവവി വന്നാൽ, ഇമാം ഇബ്നു ഖുദാമ വന്നാൽ, അങ്ങനെയുള്ള ഓരോ ഇമാമിങ്ങളും ഈ കിതാബുകളും കൊണ്ടുവരുമ്പോ ഓ മുജാഹിദേ, നീയൊന്ന് ചിന്തിക്കൂ. ആഖിറത്തിൽ നിന്നെ പോലെ പേടിച്ച് വിറക്കുന്നവരും നിന്നെ പോലെ കുടുങ്ങിപ്പോയവരും ഈ ഇമാമിങ്ങൾ മുഴുവനും നിനക്കെതിരായിട്ട് പടച്ചവനോട് കംപ്ലൈന്റ് പറയുന്ന സമയത്ത് നിന്റെ ഗതി എന്താണെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചല്ലേ ഇപ്പൊ പറഞ്ഞത്. ഇനി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ നോക്കൂ. ആരാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു? സുബ്ഹാനല്ലാഹ്, സുബ്ഹിന്റെ ജമാഅത്തിന് ഇമാമായി നിസ്കരിക്കുമ്പോ കുത്തുകൊണ്ടിട്ട് മരണപ്പെട്ടു പോയ മഹാനാണ്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് അവിടെ കിടക്കുന്ന സമയത്ത് നെരിയാണിന്റെ ചോട തുണിയുടുത്ത ഒരു ചെറുപ്പക്കാരൻ സമീപത്ത് വന്ന് മടങ്ങിപ്പോകുമ്പോ, മോനെ, മരണവുമായി മല്ലടിക്കുന്ന സമയത്ത് പറയാണ്, ഇർഫഅ സൗബക യാ ഗുലാം, തുണി കയറ്റി ഉടുക്ക് മോനെ, ഫഇന്നഹു അത്ഖാലി റബ്ബിക വഅബ്ഖാലി സൗബിക, അതാണ് നിനക്ക് റബ്ബിന് തഖ്വ ചെയ്ത് ജീവിക്കുമ്പോൾ നല്ലത്, അതാണ് നിന്റെ വസ്ത്രം നിലനിൽക്കാൻ നല്ലത് എന്ന് പറഞ്ഞ സുബ്ഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരിക്കാൻ നോക്കുമ്പോ പോലും ഒരു തെറ്റും ഒരു കറാഹത്തും അംഗീകരിക്കൂല. സുബ്ഹാനല്ലാഹ്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെടുക്കൽ അതാ വരുന്നൊരാള്. ആരാ റിപ്പോർട്ട് ചെയ്യുന്നത്? ഇമാം ബുഖാരിയുടെ ഉസ്താദ് ഇബ്നു അബീ ശൈബ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. അവിടുത്തെ മുസന്നഫിൽ ബുഖാരി ഇമാമിന്റെ ഉസ്താദാ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹദ്ദസന അബൂ മുആവിയ അനിൽ അഅ്മശി അൻ നബി സാലിഹിൻ അൻ മാലിക്കിദ്ദാർ. ഈ പറഞ്ഞതിൽ റിപ്പോർട്ടർമാരായി 4 ആളുണ്ട്. ഇതിൽ 3 ആളും ബുഖാരിയിൽ പേരുള്ള മഹാന്മാരാണ്, സ്വീകാര്യയോഗ്യരാണ്. ബുഖാരിയുടെ 577 നമ്പർ ഹദീസ് നോക്ക്. ഹദ്ദസനാ മുസദ്ദദുൻ ഖാല ഹദ്ദസനാ അബൂ മുആവിയ അനിൽ അഅ്മശി അൻ നബി സാലിഹിൻ അൻ നബി ഹുറൈറ. അപ്പൊ ആ 3 ആളും അതിൽ പറഞ്ഞവർ ബുഖാരിയിലെ സനദിലുള്ളവരാണ്, തർക്കത്തിന് അവകാശമില്ല. 4ാമത്തെ വ്യക്തി മാലിക്കുദ്ദാറാണ്. മാലിക്കുദ്ദാറിനെ സംബന്ധിച്ച് അതാ കിതാബുൽ ഇർശാദിൽ ഇമാം അബൂ യഅല റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. മാലിക്കുദ്ദാരി മൗലാ ഉമർ ഇബ്നുൽ ഖത്താബ് താബിഈൻ ഖദീമുൻ മുത്തഫഖുൻ അലൈഹി അസ്നാ അലൈഹി താബിഊൻ. താബിഈങ്ങളിൽപ്പെട്ട ഒരാൾക്കും തർക്കമില്ലാതെ എല്ലാവരും പുകഴ്ത്തി പറയുന്ന, ഒരു പണ്ഡിതനും തർക്കമില്ലാതെ സ്വീകരിക്കപ്പെടുന്ന വളരെ മുമ്പേ ഉള്ള താബിഈയായ മഹാനാണ് ആര്? മാലിക്കുദ്ദാർ. ബഹുമാനപ്പെട്ട സയ്യിദ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇബ്നുൽ ഖത്താബിൽ നിന്നും അദ്ദേഹം ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ മാലിക്കുദ്ദാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്താ പറയുന്നത്? വകാന ഖാസിന ഉമർ അല തആമി. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബിന്റെ സ്റ്റോർ കീപ്പറും കൂടിയായിരുന്നു മഹാൻ. ബഹുമാനപ്പെട്ടവർ പറയാണ്, അസാബൻ നാസ ഖഹ്തും ഫീ സമനി ഉമർ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരു വലിയ ക്ഷാമം ബാധിച്ചു. ഫജാഅ റജുലുൻ ഇലാ ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അടുക്കൽ ഒരാൾ വന്നു. ഫഖാല യാ റസൂലല്ലാഹ്. ഖബറിന്റെ അടുക്കൽ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഇസ്തസ്ഖിലി ഉമ്മതിക, തങ്ങളുടെ ഉമ്മത്തിന് തങ്ങൾ മഴ വാങ്ങിത്തരണം നബിയേ, തങ്ങളുടെ ഉമ്മത്തിന് തങ്ങൾ മഴ വാങ്ങിത്തരണം നബിയേ. ഫഇന്നഹും ഖദ് ഹലകൂ, തങ്ങളുടെ ഉമ്മത്ത് വെള്ളം കിട്ടാതെ നശിക്കാറായി നബിയേ. സുബ്ഹാനല്ലാഹ്.
എന്നാ കേട്ടോളൂ ഹദീസിന്റെ ബാക്കി ഭാഗം. ആ പറഞ്ഞ വ്യക്തിക്ക് സ്വപ്നത്തിൽ അത് വരപ്പെട്ടു. ഫഖീല ലഹു, അദ്ദേഹത്തോട് പറയപ്പെട്ടു, ഈ ഉമർ, നിങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ അടുക്കൽ ചെല്ലണം. ഫഖറഹു സലാം, ഉമർ ഇബ്നുൽ ഖത്താബിന് സലാം പറയണം. വഅഖ്ബിറുഹു, ഉമർ ഇബ്നുൽ ഖത്താബിനോട് പറയണം, ഇന്നകും മുസ്ഖൂൽ, അവർക്കൊടനെ തന്നെ മഴ കിട്ടുമെന്ന് പറയണം. വഖുൽ ലഹു, ഉമർ ഇബ്നുൽ ഖത്താബിനോട് പറയണം, അലൈക്കൽ കൈസൽ കൈസ്, അല്പം ഒന്ന് ലഘുവാക്കണം, അല്പം ലഘുവാക്കണമെന്ന് പറയണം. ഫാതാ ഉമറ, ഇതൊക്കെ ഈ കാര്യം സംഭവിച്ച വ്യക്തി ഉമർ ഇബ്നുൽ ഖത്താബിന്റെ അടുക്കൽ വന്നു. ഫഅഖ്ബറഹു, ഉമർ ഇബ്നുൽ ഖത്താബിനോട് വിവരം പറഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ അടുക്കൽ വന്നത് സ്വപ്നത്തിലല്ല കേട്ടോ, അതാ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ അടുക്കൽ നേരെ വന്നു. ഉമർ ഇബ്നുൽ ഖത്താബിനോട് പറഞ്ഞു. ഫബകാ ഉമറു, അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് കരഞ്ഞു. സുമ്മ ഖാല, പിന്നെ പറഞ്ഞു, യാ റബ്ബി ലാ ആലു ഇല്ലാ മാ അജസ്തു അൻഹു, ലാ ആലു ഇല്ലാ മാ അജസ്തു അൻഹു. അല്ലാഹ്, എനിക്ക് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, കഴിയാത്തത് എനിക്ക് സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു. ഓ സഹോദരന്മാരെ, നിങ്ങൾ ഇവിടെ മനസ്സിലാക്കണം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിങ്കിൽ പോയി, ഞാൻ മഴ കിട്ടാൻ വേണ്ടി മഴ വാങ്ങിത്തരണം, വെള്ളം വാങ്ങിത്തരണമെന്ന് നബിയോട് പറഞ്ഞു എന്ന സംഗതി ഉമർ ഇബ്നുൽ ഖത്താബിനോട് പറഞ്ഞപ്പോ, മുജാഹിദീങ്ങൾ പറയും പോലെയാണെങ്കിൽ ഉമർ ഇബ്നുൽ ഖത്താബ് പറയണം, ഉടനെ ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമാകണടോ, നീ മുശ്രിക്കായി പോയി, അബൂജഹലിനെ പോലെയായി പോയി, നീ ഖബറിങ്ക പോയി റസൂലുള്ളാഹിനോട് തേടിയില്ലേ, അവിടെ ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമാകണം, മുശ്രിക്കായി പോയി എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞോ? പറഞ്ഞില്ല. എന്നാ പോട്ടത് ഹറാമാണ്, ഇനിമേൽ ചെയ്യരുത്, തൗബ ചെയ്യണമെന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. എന്നാ കറാഹത്താണ്, ഇനിമേൽ ചെയ്യരുത് എന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. പിന്നെയോ റസൂലുള്ളാഹിന്റെ ഖബറിങ്കൽ പോയി തേടിയത് 100% അംഗീകരിച്ചുകൊണ്ട് കരഞ്ഞു. ഓ സഹോദരാ, ഉമർ ഇബ്നുൽ ഖത്താബിന് അറിയാത്തൊരു തൗഹീദ്, ഉമർ ഇബ്നുൽ ഖത്താബ് മനസ്സിലാക്കാത്തൊരു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഉമർ ഇബ്നുൽ ഖത്താബ് മനസ്സിലാക്കാത്ത ഒരു ദീന് ഈ എവിടെന്നാണ് ഉമർ മൗലവിക്ക് കിട്ടിയത്? എവിടെന്നാ സലഫിക്ക് കിട്ടിയത്? എവിടെന്നാ കെ.എം. മൗലവിക്ക് കിട്ടിയത്? എവിടെന്നാ സലാഹിക്ക് കിട്ടിയത്? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ മതത്തോട് കൂറുള്ളത് ഇവർക്കാണ് പോൽ, ഉമർ ഇബ്നുൽ ഖത്താബിനേക്കാൾ ദീനിനോട് കൂറുള്ളത് ഇവർക്കാണ് പോൽ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ അതാ മദീനയിലേക്കുള്ള യാത്രയിൽ പോകുമ്പോ ഇമാം ഗസാലി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയില്ലേ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലുള്ള ഒരു ഭയം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് മുൻഭാഗത്തു കൂടി ശത്രു വരുമോ? മുന്നിലൂടെ നടന്നു നോക്കി, അല്ല പിന്നിലൂടെ വരുമോ? പിന്നിലൂടെ നടന്നു നോക്കി, വലത്തുനിന്ന് വരുവോ ഇടത്തുനിന്ന് വരുവോ? പിന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം കൊണ്ട് ഒരു ഭാഗത്തും നടക്കാൻ പറ്റാത്ത നിലക്ക് പേടിച്ചുപോയി. അല്ലാഹുവിന്റെ റസൂലിന് വല്ലതും സംഭവിക്കോ? ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറയുന്നത്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നീട് അല്ലാഹുവിന്റെ റസൂലിനെ റൗണ്ട് വെച്ചുകൊണ്ട് നടന്നു. ഒരു ഭാഗത്ത് നിന്നും ഒരമ്പും വീഴാൻ പാടില്ല, ഒരേറും കൊള്ളാൻ പാടില്ല, അതൊക്കെ അബൂബക്കറിന് കൊള്ളണം. അതിന് റൗണ്ട് വെച്ചുകൊണ്ട് നടന്നു മദീനയിലേക്കുള്ള യാത്രയിൽ. അവിടുന്ന് പുറപ്പെട്ടപ്പോൾ അത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞത് ഇമാം ഗസാലി രേഖപ്പെടുത്തിയില്ലേ? ആ സിദ്ദീഖുൽ അക്ബർ വഫാത്തിന് ശേഷം റസൂലുള്ളാഹിനെ വിളിക്കുന്നു, പറയുന്നു, തേടുന്നു. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മുന്നിൽ ചെന്ന് തേടിയ വിവരം പറയുന്നു, അംഗീകരിക്കുന്നു. അവർക്കാർക്കും കിട്ടാത്തൊരു ഖുർആൻ, അവർക്കാർക്കും കിട്ടാത്തൊരു ഹദീസ് എവിടുന്ന് കിട്ടുന്നു സഹോദരന്മാരെ? നിങ്ങൾ ശരിക്കും ആലോചിച്ചു നോക്ക്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? സഹോദരന്മാരെ നിങ്ങൾ നോക്കൂ, ഇതേ സംഭവം തന്നെ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. ആ രേഖപ്പെടുത്തിയതിന്റെ പരമ്പര ഇത് സഹീഹോ അല്ലേ എന്ന് പേരോട് പറഞ്ഞിട്ട് തർക്കം വേണ്ട. അത് ഇബ്നു കസീർ അതാ പറയുന്നു, വഹുവ ഇസ്നാദുൻ സഹീഹുൻ,
ഇത് സഹീഹായ പരമ്പര കൊണ്ടുള്ള ഹദീസാണ്. അതേ അൽബിദായത്തു വന്നിഹായുടെ 793 പറയുന്നു. ഇനിയും കേട്ടോ, ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരിയുടെ 2-ാം വാല്യം 575-ാമത്തെ പേജിൽ പറയുന്നു, ബി ഇസ്നാദിൻ സഹീഹിൻ റവബനു അബീ ശൈബ ബി ഇസ്നാദിൻ സഹീഹിൻ, സഹീഹായ പരമ്പര കൊണ്ടുള്ള റിപ്പോർട്ടാണ്. ഇനി ഇത് ദഈഫാണെന്ന് പറയണ്ട, ഹദീസ് പണ്ഡിതന്മാരെല്ലാം പറയുന്നു ഇത് സഹീഹാണ്. ഇനി ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? ലോകത്ത് കഴിഞ്ഞുപോയ വലിയ വലിയ ഹദീസ് പണ്ഡിതന്മാർ അല്ലാഹുവിന്റെ റസൂലിനോട് തേടിയ സംഭവങ്ങളാണ് ഇനി പറയുന്നത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ വലിയ മഹാനായ ഉസ്താദുമാരിൽ ഒരാളാണ് മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരെ പറ്റി ഞാനല്ല, മുജാഹിദുകൾ എപ്പോഴും എടുത്തു പറയുന്ന ഹാഫിദ് ദഹബി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു. وقال مصعب بن عبد الله حدثني اسماعيل بن يعقوب التيمي قال كان ابن المنقدر يجلس مع اصحابه فكان يصيبه صمات فكان يقوم كما هو حتى يضع خده على قبر النبي صلى الله عليه وسلم ثم يرجع فعوتب في ذلك فقال انه يصيبني خطر فاذا وجدت ذلك استعنت بقبر النبي صلى الله عليه وسلم وكان ياتي موضعا من المسجد يتمرغ فيه ويضطجع فقيل له في ذلك فقال اني رايت النبي صلى الله عليه وسلم في هذا الموضع. മഹാനായ ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ അടുക്കൽ പോയി സഹായം തേടാറുണ്ട്. ആ ഇബ്നുൽ മുൻകദിർ ഇമാം ബുഖാരിയുടെ ഉസ്താദുമാരെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. മുസ്ലിമീങ്ങളെ, അത് സിയർ അലാമിൻ നുബല, അതേ 353-ാമത്തെ പേജിൽ അതാ സിയർ അലാമിൻ നുബല 5-ാം വാള്യത്തിൽ രേഖപ്പെടുത്തുന്നു. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, ലോകത്ത് വലിയ മഹാനായ മുഹദ്ദിസായ വലിയ മഹാനാണ് ഇബ്നുൽ മുഖരി റളിയല്ലാഹു അൻഹു. മഹാനവറുകളിൽ നിന്നുള്ള റിപ്പോർട്ട് കണ്ടോ, വറുവിയ അൻ അബീ ബക്കർ ഇബ്നു അലി ഖാല കാന ഇബ്നുൽ മുഖരി യഖൂലു കുൻതു അന വത്തബറാനി വഅബു ശൈഖ് ബിൽ മദീന. ലോക പ്രശസ്ത പണ്ഡിതന്മാരായ തബറാനി ഇമാമും അബൂബക്കർ ഇബ്നു അലിയും ഇബ്നുൽ മുഖരിയും എല്ലാവരും അതാ അബു ശൈഖ് റളിയല്ലാഹു അൻഹു മദീനയിൽ ഇരിക്കുന്നു. എല്ലാവരും വലിയ ലോക പ്രശസ്ത ഹദീസ് പണ്ഡിതന്മാരാണ്. ഫളാഖ ബിനൽ വഖ്തു ഫവാസൽനാ ദാലികൽ യൗം ഫലമ്മാ കാന വഖ്തുൽ ഇശാഇ ഹദർതുൽ ഖബ്റ. ഞങ്ങൾക്ക് അന്നത്തെ ദിവസം കുടിക്കാനും തിന്നാനും ഒന്നും കിട്ടിയില്ല, വല്ലാതെ വിശന്നു പോയി. അങ്ങനെ അതാ ബഹുമാനപ്പെട്ടവർ പറയാണ്, ഫലമ്മാ കാന വഖ്തുൽ ഇശാഇ ഹദർതുൽ ഖബ്റ, ഇശാഇന്റെ സമയമായപ്പോൾ ഞാൻ റസൂലുള്ളാഹിന്റെ ഖബറിങ്കൽ അങ്ങ് ചെന്നു. വഖുൽതു, എന്നിട്ട് ഞാൻ റസൂലുള്ളാഹിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് അൽജൂ, അല്ലാഹുവിന്റെ റസൂലേ വിശക്കുന്നു നബിയേ. അപ്പൊ ലോക പ്രശസ്ത പണ്ഡിതനായ ഹദീസ് പണ്ഡിതനായ ഫഖാല ലിത്തബ്റാനി, ഇമാം തബ്റാനി പറഞ്ഞു, ഇജ്ലിസി, ഇരിക്കൂ. ഫൈമാ അൻ യകൂന റിസ്ഖു അവിൽ മൗതു, ഒന്നുകിൽ നമുക്ക് ഭക്ഷണം, റസൂലുള്ളാഹിനോട് നമ്മൾ പറഞ്ഞില്ലേ, ഇനി ഒന്നുകിൽ നമുക്ക് ഭക്ഷണം കിട്ടുകയല്ലേ മരിക്കും, ഇരിക്കവിടെ. സുബ്ഹാനല്ലാഹ്. ഫഖംതു അന അബു ശൈഖ്, ഞാനും അബു ശൈഖ് റളിയല്ലാഹു അൻഹു കൂടി എഴുന്നേറ്റങ്ങ് ചെന്നു. ഫഹളറൽ ബാബ അലവിയുൻ, അപ്പോഴതാ തങ്ങന്മാരെ കൂട്ടത്തിൽപ്പെട്ട ഒരാള് അവിടെ വന്ന് നിൽക്കുന്നു. ഫഫതഹനാ ലഹു, ഞങ്ങൾ വാതിലൊന്ന് തുറന്നു കൊടുത്തു. ഫൈദാ മഹു ഗുലാമാനി ബിഖഫതൈനി ഫീഹിമാ ശൈഉൻ കസീർ, അദ്ദേഹത്തിന്റെ അടുക്കൽ അത് ഒരുപാട് ഭക്ഷണമുള്ള പൊതി. വഖാല, എന്നിട്ട് ആ കൊണ്ടുവന്ന തങ്ങൾ പറയാണ്, ശകൗതുമൂനി ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ റസൂലുള്ളാഹിനോട് തൊട്ടടുത്തുള്ള ഞാൻ ഭക്ഷണം തന്നില്ല നാവലാതി പറഞ്ഞോ. ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ ഉറക്കിൽ കണ്ടു. നിങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണം കൊണ്ടെത്തരണമെന്ന് റസൂലുള്ള പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ സിയറു അലാമിൻ നുബല. ഓ മൗലവിമാരെ, നിങ്ങൾ എല്ലാ വാദപ്രതിവാദത്തിലും തോറ്റുപോയാൽ പിന്നീട് നിങ്ങളെ വക ഒരു വിശദീകരണം ഉണ്ടാകും. ആ വിശദീകരണത്തിൽ നിങ്ങൾ ഇപ്പോൾ ഈ അടുത്ത് ആലുവയിൽ തോറ്റപ്പോഴും ഉദ്ധരിച്ചത് ഈ സിയറു അലാമിൻ നുബല എന്ന ഗ്രന്ഥത്തിലെ ഹാഫിദ് ദഹബിയുടെ വാക്കുകൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടല്ലേ. ആ ഹാഫിദ് ദഹബിയുടെ കിതാബ് നോക്കിയാ ഞാൻ വായിച്ചത്. അതാ മഹാനായ ഇമാം തബറാനി, ഇബ്നുൽ മുഖരി, അബു ശൈഖ് തുടങ്ങിയ വലിയ വലിയ ഹദീസ് പണ്ഡിതന്മാർ റസൂലുള്ളാഹിനോട് പോയിട്ട് ഖബറിങ്കൽ വെച്ച് വിശക്കുന്നു നബിയേ എന്ന് വരെ സഹായം തേടുന്നു. അല്ലാഹുവിന്റെ റസൂൽ അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ അവിടുത്തെ കുടുംബത്തിൽപ്പെട്ടവർക്ക് ഓർഡർ നൽകിയിട്ട് ഭക്ഷണം ലഭിച്ചു. കിതാബിലില്ലേ
ഇനി ഞാൻ പറയട്ടെ, ലോക പ്രശസ്ത പണ്ഡിതനായ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ ഒരാളായ മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ, ഇമാം ബുഖാരിയുടെ ഉസ്താദാണ്, ശാഫി ഇമാമിന്റെ ശിഷ്യനാണ്, 10 ലക്ഷം ഹദീസ് മനപ്പാഠമാക്കിയ ആളാണ്. ആ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ഇസ്തിഗാസ ചെയ്തിട്ടില്ലെന്ന് മൗലവി പറഞ്ഞില്ലേ? എന്നാ മൗലവി മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, ആ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ആ സംഭവം നിങ്ങൾ എന്തിനു മൂടി വെച്ചു? എത്ര സംഭവങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് കേട്ടോ അബ്ദുല്ലാഹി ഇബ്നു അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. മഹാനവറുകൾ പറയുകയാണ്, സമീഅതു അബീ യഖൂലു, എന്റെ ബാപ്പ പറയുന്നത് ഞാൻ കേട്ടു. ആരാ ബാപ്പ? അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറയുന്നത് ഞാൻ കേട്ടു. ഹജ്ജതു 5 ഹജ്ജിൻ, ഞാൻ 5 ഹജ്ജ് ചെയ്തിട്ടുണ്ട്. മിൻ ഹസനതൈനി റാകിബൻ വസലാസതൻ മാശിയ, 2 എണ്ണം ഞാൻ വാഹനപ്പുറത്ത് പോയിട്ടും 3 എണ്ണം നടന്നിട്ടുമാണ് പോയത്. ഔ സലാസൻ റാകിബൻ വസനതൈനി മാശിയ, അല്ലെങ്കിൽ ബാപ്പ പറഞ്ഞത് 3 വാഹനപ്പുറത്തും 2 നടന്നിട്ടുമെന്നാണ്. ഏതായിരുന്നാലും ഫളലൽതു ത്വരീഖ ഫീ ഹജ്ജത്തിൻ, ഒരു ഹജ്ജിന് ഞാൻ പോകുന്ന സമയത്ത് വഴിതെറ്റിപ്പോയി. വകുന്തു മാശിയൻ, ഞാൻ നടന്നിങ്ങനെ പോകുന്ന സമയമായിരുന്നു. ഫജഅൽതു, വഴിതെറ്റിയപ്പോ ഞാൻ എന്ത് ചെയ്തു? അഖൂലു, ഞാൻ ഇങ്ങനെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യാൻ തുടങ്ങി. എന്താ ഇസ്തിഗാസ ചെയ്തത്? യാ ഇബാദല്ലാഹി ദുല്ലൂനി അലത്വരീഖ്, യാ ഇബാദല്ലാഹി ദുല്ലൂനി അലത്വരീഖ്, യാ ഇബാദല്ലാഹി ദുല്ലൂനി അലത്വരീഖ്. ഖാല ഫലം അസൽ അഖൂലു ദാലിക ഹത്താ വഖഫ്തു അലത്വരീഖ്. ഞാൻ ഇങ്ങനെ മഹാന്മാരെ വിളിച്ച് ഇസ്തിഗാസ ചെയ്തു. അള്ളാഹുവിന്റെ ഇഷ്ടജനങ്ങളായ മഹാന്മാരെ എനിക്ക് വഴി കാണിച്ചു തരുവേൻ, അള്ളാഹുവിന്റെ മഹാത്മാക്കളെ എനിക്ക് വഴി കാണിച്ചു തരുവേൻ, അള്ളാഹുവിന്റെ മഹാത്മാക്കളെ എനിക്ക് വഴി കാണിച്ചു തരുവേൻ എന്നിങ്ങനെ ഞാൻ മഹാന്മാരെ വിളിച്ച് ഇസ്തിഗാസ ചെയ്തപ്പോ എനിക്ക് വഴി കാണിക്കപ്പെട്ടു. ആര് പറഞ്ഞതാണിത്? 4 മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ ഒരാളായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. ഇത് ഇബ്നു അസാക്കിർ റളിയല്ലാഹു അൻഹു താരീഖ് ദിമസ്കിന്റെ 298 പേജിൽ 5-ാം വാള്യത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. സലഫി, നിങ്ങൾ ഈ നാദാപുരത്തുനിന്ന് ചേറ്റേട്ടിയിലേക്കും അവിടുന്ന് അപ്പുറത്തേക്കുമൊക്കെ പോയിട്ട് നിങ്ങളിപ്പോൾ അഹ്മദ് ഇബ്നു ഹംബലിൽ െതിരാണെന്ന് നിങ്ങൾ ശുദ്ധമായ നുണ നിങ്ങൾ ആ കുനിയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ? നിങ്ങൾ ഓർക്കണം, ഇത് നാദാപുരമാണെന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇത് പണ്ഡിതന്മാരെ തറവാടാണ് ഈ രാജ്യം, പണ്ഡിതന്മാരുള്ള സ്ഥലമാണ് ഈ നാട്. അതുകൊണ്ട് തന്നെ ഇനിമേലിൽ ഇമാമിങ്ങളെ കുറിച്ച് കളവ് പറയല്ലേ സലഫി, കളവ് പറയല്ലേ സലഫി. അല്ലെങ്കിൽ ഇങ്ങനെ ഇല്ലെന്ന് നിങ്ങളൊന്ന് പറ. അഹ്മദ് ഇബ്നു ഹംബലിന്റെ മകൻ അങ്ങനെ പറഞ്ഞത് ഇമാമിങ്ങളെ രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് നിങ്ങളൊന്ന് പറ. എന്തിനാണ് ഈ കളവും പറഞ്ഞു നടക്കുന്നത്? എന്തിനാണ് മുസ്ലിം ഇമാമിങ്ങളെ കാഫിറാക്കുന്നത്? ഇനി സഹോദരന്മാരെ നിങ്ങൾക്ക് കേൾക്കണോ? ഇത് തന്നെ അതാ നിങ്ങൾക്ക് ഇബ്നു അസാക്കിർ കാണാൻ കഴിയുന്നില്ലേ? എന്നാ അൽ ബിദായത്ത് വൻ നിഹായ നോക്കൂ. ഇബ്നു കസീറിന്റെ 10-ാം വാല്യം 418-ാം പേജിലും ഇതേ സംഭവം തന്നെ പറഞ്ഞിട്ടുണ്ട്. നോക്കിക്കോ, ശരിക്ക് കുറിച്ചെടുത്തോ, എന്നിട്ട് ശരിക്ക് കൊണ്ടുപോയി നോക്കിക്കോ. ഇനി സഹോദരന്മാരെ പറയാനുള്ളത് എന്താണ്? ആരാണ് ഇവിടെ പറയാത്തത്? ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ ശിഷ്യൻ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹുവിനെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞത്. എന്നാൽ ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ ഉസ്താദ് സുബ്ഹാനല്ലാഹ് സഹാബത്തിനെ നേരിൽ കണ്ട താബീങ്ങൾ നേൽമ പഠിച്ച മാലിക് ഇമാം റളിയല്ലാഹു അൻഹു, മദീനയിലെ വലിയ മുദരിസ്, ആ മാലിക് റളിയല്ലാഹു അൻഹു നിങ്ങൾക്കറിയോ ബഹുമാനപ്പെട്ടവരെന്താ ചെയ്തത്? കേട്ടോളൂ. ഞാൻ മഹാനവറുകളുടെ മദ്ഹബിൽപ്പെട്ട മഹാനായ ഇമാം ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു പറയുന്നത് തന്നെ നിങ്ങൾക്ക് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത് കണ്ടോ? അതേ സനദുദ്ധരിച്ചുകൊണ്ടതാ രേഖപ്പെടുത്തുന്നു. ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു قال ناظر أبو جعفر أمير المؤمنين مالكا في مسجد رسول الله صلى الله عليه وسلم. മദീനത്തെ പള്ളിയിൽ അബൂ ജഅഫർ എന്ന് പറയുന്ന അന്നത്തെ ഭരണാധികാരി ഒരു ചർച്ച നടത്തുന്നു. ഫഖാല മാലികുൻ യാ അമീറൽ മുഅ്മിനീൻ, അപ്പോൾ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഭരണാധികാരിയായ അമീറുൽ മുഅ്മിനീൻ അബൂ ജഅഫറെ, ലാ തർഫഅ സൗതക ഫീ ഹാദൽ മസ്ജിദി, നിങ്ങൾ ഈ മദീനത്തെ പള്ളിയിൽ നിന്ന് ശബ്ദമുയർത്തരുത് കേട്ടോ. ഫഇന്നല്ലാഹ തആല അദ്ദബ ഖൗമൻ, അല്ലാഹു തആല ഒരു വിഭാഗത്തിന് അദബ് പഠിപ്പിച്ചിട്ടുണ്ട്. ഫഖാല ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി,
അല്ലാഹുവിന്റെ റസൂലിന്റെ ശബ്ദത്തെക്കാൾ ഉയർത്തരുതെന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. വമദഹ ഖൗമൻ, ഒരു വിഭാഗത്തെ അല്ലാഹു തആല മദ്ഹ് ചെയ്തിട്ടുണ്ട്. ഫഖാല ഇന്നല്ലദീന യഖുദ്ദൂന അസ്വാതഹും മിൻദ റസൂലില്ലാഹി അൽ ആയ, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വളരെ പതുക്കെ സംസാരിക്കുന്നവർ, ഉലൈകല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ, തഖ്വക്ക് വേണ്ടി അല്ലാഹ് സെലക്ട് ചെയ്ത മഹാന്മാരാണെന്ന് ഖുർആനിലുണ്ട്. വദമ്മ ഖൗമൻ, ഒരു വിഭാഗത്തെ അല്ലാഹു തആല ആക്ഷേപിച്ചിട്ടുണ്ട്. ഫഖാല ഇന്നല്ലദീന യുദാഇനൂനക മിൻ വറാഇൽ ഹുജറാത്ത്, തങ്ങളെ റൂമിന്റെ അപ്പുറത്ത് നിന്ന് അതവില്ലാതെ വിളിക്കുന്നവരെന്ന നിലക്ക് ആക്ഷേപിച്ചിട്ടുണ്ട്. വഅന്ന ഹുർമതഹു മയ്യിതൻ കഹുർമതിഹി ഹയ്യാ, തങ്ങളെ വഫാത്തിന്റെ ശേഷവും മുമ്പും ഒരുപോലെ ബഹുമാനമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് മുമ്പും ശേഷവും വ്യത്യാസമില്ല. ഫസ്തകാന ലഹാ അബൂ ജഅഫറിൻ, അപ്പൊ അബൂ ജഅഫർ റളിയല്ലാഹു അൻഹു വിനയം കാണിച്ചുകൊണ്ട് മാലിക് ഇമാമിനെ സ്വീകരിച്ചു. മാലിക് ഇമാമിനോടുള്ള ചർച്ചയിൽ താഴ്മ കാണിച്ചു. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, യാ അബാ അബ്ദില്ലാഹ്, ഓ അബൂ അബ്ദുല്ല മാലിക് ഇമാമേ, അസ്തഖ്ബിലുൽ ഖിബ്ലത വഅദഉ അമ്മ അസ്തഖ്ബിലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹിന്റെ മുന്നിൽ പോയി നിന്നിട്ട് ഖിബ്ലക്ക് തിരിഞ്ഞിട്ടാണോ പ്രാർത്ഥിക്കേണ്ടത്, അല്ല റസൂലുള്ളാഹിനെ കൊള്ള തിരിഞ്ഞിട്ടാണോ പ്രാർത്ഥിക്കേണ്ടത്? ഫഖാല, അപ്പൊ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, വലിമ തസ്രിഫു വജ്ഹക അൻഹു, നിങ്ങൾ എന്തിന് അല്ലാഹുവിന്റെ റസൂലിനെ തൊട്ട് മുഖം തിരിക്കണം? വഹുവ വസീലതുക വവസീലതു അബീക ആദം അലൈഹിസ്സലാം, അത് നിങ്ങളുടെയും നിങ്ങളെ ഉപ്പാപ്പ ആദം നബിയുടെയും വസീലയല്ലേ? വഹുവ വസീലതുക വവസീലതു അബീക ആദം അലൈഹിസ്സലാം ഇലല്ലാഹി തആല യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലും നിങ്ങളെ ഉപ്പാപ്പ ആദം നബിക്കും നിങ്ങൾക്കും അല്ലാഹുവിന്റെ റസൂൽ വസീലയല്ലേ? ബലിസ്തഖ്ബൽഹു, അതുകൊണ്ട് റസൂലുള്ളാഹിനെ കൊള്ളത്തന്നെ മുഖമാക്കിയിട്ട് നിങ്ങൾ ദ്വാരുന്നോ? വസ്തശ്ഫീ ബിഹി, ആ റസൂലുള്ളാഹിനോട് ശഫാഅത്ത് തേടിക്കോ. ഫയുശഫിഉഹുല്ലാഹ്, അല്ലാഹു റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് സ്വീകരിക്കും. കാരണം എന്താണ്? ഖാലല്ലാഹു തആല, അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. ഓ സഹോദരന്മാരെ, സർവ്വ ഇമാമിങ്ങളും നേരത്തെ ഉദ്ധരിച്ച ആയത്തില്ലേ, അത് തന്നെ മാലിക് ഇമാമും ഓതിയിട്ട് പറയുന്നു, നിങ്ങൾ റസൂലുള്ളാഹിനോട് ശഫാഅത്ത് തേടിക്കോ. അപ്പൊ നിങ്ങൾ കണ്ടോ, ഇമാം ബുഖാരി അടക്കമുള്ള എല്ലാ ഹദീസ് പണ്ഡിതന്മാരുടെയും ഉസ്താദായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് ഇമാം റളിയല്ലാഹു അൻഹു, എല്ലാ ഇമാമികളും റസൂലുള്ളാഹിനോട് ശഫാഅത്ത് തേടണമെന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറയുകയാണ്, തേടുകയാണ്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, അസ്ഖലാനിയുടെ കിതാബ് ഞങ്ങൾ സ്വീകരിക്കുമെന്ന് നേരത്തെ പറഞ്ഞില്ലേ, നമ്മളുടെ ഇബ്നു അബ്ദുൽ വഹാബിന്റെ ആളുകൾ പറഞ്ഞില്ലേ? എന്നാ ഇമാം അസ്ഖലാനിയുടെ സ്വന്തം കിതാബാണിത്. സഹീഹുൽ ബുഖാരിക്ക് ലോക പ്രശസ്തമായ വ്യാഖ്യാനം എഴുതിയ ഇമാം അസ്ഖലാനി റളിയല്ലാഹു അൻഹു. ഇത് മുഴുവനും ഒന്നും ഇവിടെ പറയാൻ കഴിയില്ല. ഞാനൊരു ഉദാഹരണത്തിന് വേണ്ടി മാത്രം ഇതിൽ നിന്നൊന്ന് രണ്ടെണ്ണം മാത്രം നിങ്ങൾക്ക് കേൾപ്പിക്കട്ടെ സഹോദരന്മാരെ. മഹാനായ ഇമാം അസ്ഖലാനി റസൂലുള്ളാഹിനെ വിളിച്ച് പറയുന്നത് കണ്ടോ, നബിയല്ലാഹി യാ ഖൈറൽ ബറായാ ബിജാഹിക ബിജാഹിക അത്തഖി ഫസ്ലൽ ഖളാഇ. അല്ലാഹുവിന്റെ നബിയായവരെ, സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഖൈറായവരെ, ബിജാഹിക അത്തഖി ഫസ്ലൽ ഖളാഇ, പടച്ചവന്റെ കോടതിയിലുള്ള വിഷമങ്ങൾ തങ്ങളെ ജാഹ് കൊണ്ട് ഞാൻ കാക്കുന്നു നബിയേ. വഅർജു യാ കരീമൽ അഫ്വി അമ്മാ ജനതുഹു യദായ യാ റബ്ബൽ ഹിബാഇ. ഹിബായകാരനായ നബിയേ, എന്റെ പാപങ്ങൾ എത്ര തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും വിട്ടുവീഴ്ച ചെയ്യുന്ന നബിയേ, തങ്ങളെ കൽപ്പനക്കെതിരെ ഞാൻ ചെയ്തത് കൊണ്ട് എനിക്ക് അല്ല
അല്ലാഹുവോട് റെക്കമെൻഡ് ചെയ്യൂലാന്ന് തങ്ങൾ പറയരുതേ നബിയേ. തങ്ങൾ വല്ലാത്ത കരീമായ വല്ലാത്ത ബഹുമാനിയായ നബിയല്ലേ, ഔദാര്യമുള്ള നബിയല്ലേ. തങ്ങളെ കൽപ്പനക്കെതിരെ ഞാൻ ചെയ്തു പോയതിന്റെ പേരിൽ തങ്ങൾ എന്നെ തട്ടിക്കളയരുതേ നബിയേ. തങ്ങൾ അല്ലാഹുവോട് എന്റെ കാര്യം പറയണേ നബിയേ. സുബ്ഹാനല്ലാഹ്. അതേ ഇമാം അസ്ഖലാനി തങ്ങൾ പിന്നെയും പറയുന്നത് കണ്ടോ, ഹുവൽ കരീമുല്ലദീ മറദ്ദ സൈലഹു മാശക്ക ശഖ്സാനി ഫീ ഹദാ വലഖ്തലഫ. ആ റസൂലുള്ളാഹ് വല്ലാത്ത മാന്യനാണ്. റസൂലുള്ളാഹിനോട് ചോദിച്ചവരെ റസൂലുള്ളാഹ് തള്ളൂല. മാശക്ക ശഖ്സാനി ഫീ ഹദാ വലഖ്തലഫ. മുസ്ലിം സമുദായത്തിലുള്ള രണ്ടാളിക്കാര്യത്തിൽ സംശയിക്കൂല. മുസ്ലിം സമുദായത്തിലുള്ള രണ്ടാളിക്കാര്യത്തിൽ തർക്കിക്കൂല. ഒരു മുസ്ലിമിനും അക്കാര്യത്തിൽ തർക്കമില്ല. റസൂലുള്ളാഹിനോട് ചോദിച്ചാൽ റസൂലുള്ളാഹ് തട്ടൂല. സഹീഹുൽ ബുഖാരിക്ക് ലോകപ്രസിദ്ധ വ്യാഖ്യാനം എഴുതിയ ഇബ്നു ഹജർ അൽ അസ്ഖലാനി സ്വന്തം കിതാബിൽ എഴുതുകയാണ്. ഇനിയും കേട്ടോ, യാ സയ്യിദി യാ റസൂലല്ലാഹി ഖദ് ശറഫത് ഖസായിദി ബിമദീഹിൻ ഫീക ഖദ് റുസിഫ മദഹ്തുകൽ യൗമ അർജുൽ ഫളല മിൻക ഗദാ മിനശ്ശഫാഅതി ഫൽഹദ്നി ബിഹാ തറഫാ ബിബാബി ജൂദിക അബ്ദുൻ മുദ്നിബുൻ കലിഫു യാ അഹ്സനൻ നാസി വജ്ഹൻ മുശ്രികൻ വഖഫാ تبسل يرجو العفو عن زللي من خوفه جفنه الحميل قد ذرفا. തങ്ങളെ വാതിൽക്കൽ വന്ന് നിന്നിട്ടിതാ തങ്ങളെ കൊണ്ട് ഞാൻ ഇടയാളനാക്കുന്നു നബിയെ. എന്റെ കണ്ണിനിതാ വെള്ളം വരുന്നു നബിയെ. വിട്ടുവീഴ്ച തേടുന്നു നബിയെ, പ്രതീക്ഷിക്കുന്നു നബിയെ. അർജുൽ ഫളല മിൻക ഗദാ. ഓ നബിയെ, തങ്ങളെ ഔദാര്യം പ്രതീക്ഷിക്കുന്നു നബിയെ. മിനശ്ശഫാഅതി ഫൽഹദ്നി ബിഹാ തറഫാ. തങ്ങളെ ശഫാഅത്ത് കൊണ്ടുള്ള ഫളല്, തങ്ങളെ ഔദാര്യം പ്രതീക്ഷിക്കുന്നു നബിയെ. ഞാൻ സ്ക്രീനിൽ വെച്ച് കേൾപ്പിക്കാൻ പോകുന്നുണ്ട്. നിങ്ങൾ ഇവിടെ വന്നിട്ട് പാടിയല്ലേ, അബ്ദുകൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു ظني യാ ബശീറു യാ നദീറു യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സ്വലവാത്തുല്ലാഹ് അലൈക്കും. നാദാപുരം ജുമാഅത്ത് പള്ളിയിൽ നിന്ന് ഖുതുബി തങ്ങൾ ദുആ ചെയ്തിട്ട് ഞങ്ങൾക്ക് ശറഫൽ അനാം തുടങ്ങി തന്നു. ഖിയന ഉസ്താദ് ദുആ ചെയ്തിട്ട് ഞങ്ങൾക്ക് ശറഫൽ അനാം തുടങ്ങി തന്നു. ഈകെ ഉസ്താദ് തുടങ്ങി തന്നു. കന്യത്ത് ഉസ്താദ് തുടങ്ങി തന്നു. ബാഫക്ക് തങ്ങൾ തുടങ്ങി തന്നു. പാണക്കാട് തങ്ങൾ തുടങ്ങി തന്നു. ഉള്ളാളം തങ്ങളും ഒക്കെ ഉസ്താദും കാന്തപുരം ഉസ്താദും ഒക്കെ ഞങ്ങൾക്ക് തുടങ്ങി തന്നു. ആ ശറഫൽ അനാമിലെ അബ്ദുക്കൽ മിസ്കീനു യർജു എന്ന പദ്യം ചൊല്ലുന്നത് കൊണ്ട് ഈ ആലിമീങ്ങളൊക്കെ കാഫറാണ്, മുശ്രിക്കാണെന്ന് നിങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞു അല്ലേ? എന്നാ നിങ്ങളെ മുശ്രിക്കീങ്ങളെ പട്ടികയിൽ എണ്ണൂ മൗലവിമാരെ. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിനെ എണ്ണൂ. പറഞ്ഞ വാചകം കണ്ടോ നിങ്ങൾ? മദഹ്തുകൽ യൗമ അർജുൽ ഫളല മിൻക ഗദാ. തങ്ങളെ ഫളലും പ്രതീക്ഷിച്ച് ഞാനിതാ തങ്ങളെ മദ്ഹ് ചെയ്യുന്നു നബിയെ. മിനശ്ശഫാഅതി ഫൽഹദ്നി ബിഹാ തറഫാ. തങ്ങളെ ശഫാഅത്ത് എനിക്ക് കിട്ടണം നബിയെ. തങ്ങളോട് പറയുന്നു വിട്ടുവീഴ്ചയുള്ള നബിയല്ലേ, തങ്ങൾ എന്നെ അട്ടിപ്പുറത്താക്കരുതേ നബിയെ. പിന്നെയും കേട്ടോ, ലഹു വസ്അൽ ബിഹി തൽമുനാ വതഈസു മഹ്മാ ഇസ്തഫീഹ സഫീഹി സഈദാ. നീ റസൂലുള്ളാഹിനെ കരുതിക്കോ, റസൂലുള്ളാഹിനെ കൊണ്ട് ചോദിച്ചോ, നീ ആഗ്രഹിക്കുന്നത് കിട്ടും മോനെ. നിനക്ക് നല്ല നിലക്ക് ദുനിയാവിലും ആഖിറത്തിലും ജീവിക്കാം മോനെ. പിന്നെയും ഇബ്നു ഹജർ അസ്ഖലാനി
അസ്ഖലാനി പറയുന്നത് കേട്ടോ, ഫിൽ ഉസാത്തി ഫഇന്നഹു ഫിൽ മുഖദ്ദമു ലാ യഖാഫു റുദൂദാ. വിശദീകരിച്ചിട്ട് അവസാനം പാടുകയാണ്, ഹാദി യാ സയ്യിദർ റസൂലില്ലദീ ഫഖൽ വറ ബസൻ സബാ കുല്ലൽ വജൂദി വജൂദാ. ഹാദി വറാഅതു മുദ്നിബിൻ മുതമസ്സികി ബിവരായികും മിൻ യൗമ കാന വലീദാ. മുർസലീങ്ങളെ നേതാവായ നബിയെ, ലോകത്തുള്ള എല്ലാവരെക്കാളും ഉയർന്ന നബിയെ, പാപം ചെയ്തു പോയ പാവപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനിയുടെ താഴ്മയോടെയുള്ള പ്രതീക്ഷയോടുകൂടെയുള്ള വിളിയാണ് നബിയെ. കുട്ടിക്കാലം മുതലേ പ്രതീക്ഷ തങ്ങൾ മുഖേന അല്ലാഹു രക്ഷപ്പെടുത്തു എന്നാണ് നബിയെ. യർജൂ ബികൽ മഹിയസ് സഈദ വബഅസുഹു ബദൽ മമാതി ഇലൻ നഈമി ഷഹീദാ. എനിക്ക് ദുനിയാവും ആഖിറവും വിജയം തങ്ങൾ മുഖേനയാണ് നബിയെ, അതും പ്രതീക്ഷിച്ച് നീങ്ങുകയാണ് നബിയെ. ഓ സഹോദരന്മാരെ, എന്താണ് സുബ്ഹാനല്ലാഹ് മൂപ്പര് ചോദിക്കുന്ന, ഹഖ് എന്നുണ്ടോ ജാഹ് എന്നുണ്ടോ? കേട്ടോ മൗലവി, ഫഉഖ്സിമു ഐമാനം ബിഹഖി മുഹമ്മദി. കേട്ടോ പിന്നെയും അതാ ഇമാം ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, ലഖദ് ഔഹസത്നി മിൻഹു തിൽക സമാഇലു. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് എത്രയാ പാടിയത്, എത്രയാ ചോദിച്ചത്, എത്രയാ തവസ്സുലാക്കിയത്. എന്നിട്ട് സഹോദരന്മാരെ, ആ മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് എത്രയാ പാടിയത്. ഈ കിതാബും കയ്യിൽ പിടിച്ച് മഞ്ചേശ്വരത്തിൽ നിന്ന് ഓ സലഫീദികളെ നേതാക്കന്മാരോട് ഞാൻ ഇങ്ങനെ ഇബ്നു ഹജർ അൽ അസ്ഖലാനി ചൊല്ലിയതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇബ്നു ഹജർ അൽ അസ്ഖലാനി മുശ്രിക്കാണോ എന്ന് ചോദിച്ചിട്ട് ഞാൻ മധ്യസ്ഥന്മാരെ കിതാബ് കൊടുക്കാന്ന് പറഞ്ഞപ്പോ പരിശോധിക്കാൻ നിങ്ങൾ തയ്യാറായില്ലല്ലോ. ഏത് കിതാബിലാ പറഞ്ഞത് നോക്കാതെ പറയാൻ കഴിയില്ല. എന്നാ ഇതൊക്കെ നോക്കിയിട്ട് പറഞ്ഞാൽ പോരായിനോ, ശിർക്കോ അല്ലേ എന്നുള്ളത്? നിങ്ങൾ ശിർക്കാണെന്ന് പറയുമ്പോൾ കിതാബ് നോക്കിയിട്ടില്ല എന്ന് നിങ്ങൾ ഇപ്പൊ സമ്മതിക്കുന്നു ഞങ്ങളെ മുന്നിൽ. നിങ്ങൾ ഈ ലോക മുസ്ലിമീങ്ങളെ മുഴുവനും ശിർക്ക് ചെയ്തവരായി ചിത്രീകരിക്കുമ്പോ കിതാബുകൾ നോക്കാതെ ആര് പറഞ്ഞു നിങ്ങളോട് ഇങ്ങനെ ഫത്വ കൊടുക്കാൻ? മുസ്ലിം ലോകം മുഴുക്ക ശിർക്ക് ചെയ്തവരാണ് എന്ന് പറയാൻ നിങ്ങളോട് ആര് പറഞ്ഞു? ഇബ്നു ഹജർ അൽ അസ്ഖലാനിയുടെ സ്വന്തം കിതാബിന്റെ കയ്യിലുണ്ട്. ഇല്ലെന്ന് നിങ്ങൾ നിഷേധിച്ചാൽ ഞാൻ ഇവിടെ മധ്യസ്ഥന്മാരെ മുന്നിൽ വെച്ച് പരിശോധിക്കാൻ വേണ്ടി തരൂ. നിങ്ങൾ നിഷേധിക്കൂ ഇത്. ഇബ്നു ഹജർ നിങ്ങൾ കിതാബ് ഓതിയിട്ടില്ല, നിങ്ങളുടെ വന്ന് സമ്മതിച്ചിട്ട് കാര്യമുണ്ടോ? ഇതൊക്കെ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ട കാര്യമല്ലേ? എന്തിനാണ് ഈ മുസ്ലിം സമുദായത്തെ വഞ്ചിക്കാൻ നടക്കുന്നത്? എന്തിനാണ് ഈ കബളിപ്പിക്കാൻ നടക്കുന്നത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടോ? കിതാബും കയ്യിൽ പിടിച്ചാ പറയുന്നത് ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ റസൂലുള്ളാഹിനെ വിളിച്ച് തേടിയത് നിഷേധിക്കാമോ? ഇനി സഹോദരന്മാരെ, മുസ്ലിമീങ്ങൾ ചൊല്ലേണ്ട ദിക്റുകൾ ക്രോഡീകരിക്കുകയാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു. ആ കിതാബിന്റെ പേരാണ് അദ്കാർ. മുസ്ലിമീങ്ങൾ ദിവസേന ചൊല്ലേണ്ട ദിക്ർ. ആ ദിക്റിൽ നിങ്ങൾക്ക് കാണാം, ബാബുമാ യുഖാലു ഇദം ഫലതത് ദാബത്തുഹു. വാഹനം അതാ കാണാതെ ആയാൽ എന്ത് ചൊല്ലണം? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ഉദ്ധരിക്കുകയാണ്, ഇദം ഫലതത് ദാബത്തു അഹദികും ബിഅർളി ഫലാത്തിൻ ഫല്യുനാദി യാ ഇബാദല്ലാഹ്. മഹാന്മാരെ, എന്റെ വാഹനം ബന്ദ് ചെയ്യണേ, ഹിബിസോ, എന്റെ വാഹനം പോയി അത് ബന്ദ് ചെയ്യണേ എന്ന് വിളിച്ചു പറയണം. കാരണം ഫൈന ലില്ലാഹി അസ്സ വജല്ല ഫിൽ അർദി ഹാസിറൻ സയഹബിസുഹു. അല്ലാഹുവിന് പെട്ടെന്ന് ഹാദിറായി അത്തരം വാഹനങ്ങളെ ബന്ദ് ചെയ്യുന്ന ചില മഹാന്മാരുണ്ട് എന്ന് പറഞ്ഞ ഹദീസ് എടുത്തുദ്ധരിച്ചിട്ട് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുൽതു, ഞാൻ പറയട്ടെ, ഹകാലി ബഅദു അശ്ശൂഖിനൽ കിബാർ, നമ്മളെ ഉസ്താദുമാരിൽപ്പെട്ട വലിയ പ്രമുഖന്മാരായ ചില ആളുകൾ ഞങ്ങൾക്ക് ഇൽമിൽ ഉദ്ധരിച്ചു തന്നിട്ടുണ്ട്, അന്നഹു ഫ്തിലതത്തിൽ ലഹു ദാബത്തുൻ അദുന്നുഹാ ബഗലതൻ, ഒരു ഗോവർ കൈത മൂപ്പരത് കാണാതെയായി പോയി. ഈ ഹദീസ് അറിയാമായിരുന്നു. ഫഖാലഹു, അങ്ങനെ മഹാന്മാരെ വിളിച്ച് തേടി. ഫഹബസല്ലാഹു അലൈഹിം ഫിൽ ഹാൽ, അപ്പോൾ തന്നെ ആ വാഹനത്തെ അല്ലാഹു ബന്ദ് ചെയ്തു കൊടുത്തു. വകുന്തു, നവവി ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, അന മറത്തൻ മാ ജമാഅത്തിൻ, ഞാനൊരു വലിയ സമൂഹത്തിന്റെ കൂടെ പോവുകയായിരുന്നു. ഫംഫലതത് മിൻഹാ ബഹീമത്തുൻ, ഒരു വാഹനം അതിൽ നിന്ന് കുതറി ഓടിക്കളഞ്ഞു. വഅജസു അൻഹാ, അതിനെ പിടിക്കാൻ കിട്ടിയില്ല. ഇന്നത്തെ പോലത്തെ ബ്രേക്കുള്ള വാഹനമല്ല, അന്ന് മൃഗങ്ങളാണ്, അതേ പിടിക്കാൻ കിട്ടിയില്ല. ഫഖുൽതുഹു, ഉടനെ ഞാൻ, യാ ഇബാദല്ലാഹി ഹിബിസു, മഹാത്മാക്കളെ ബന്ദ് ചെയ്യൂ.
എന്ന് മഹാന്മാരെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യുന്ന ആ പദം പറഞ്ഞു. ഫവഖഫത് ഫിൽ ഹാൽ, അപ്പോൾ തന്നെ അതവിടെ നിന്നു. മിൻ ഗൈരി സബബിൻ സിവാ ഹാദൽ കലാം, ഈ ഇസ്തിഗാസ ചെയ്തതല്ലാതെ ഒരു കാരണവും ഉണ്ടായിട്ടില്ല. ആ വാഹനം അവിടെ നിന്നു. ഇമാം നവവി റളിയല്ലാഹു അൻഹു അദ്കാറിൽ രേഖപ്പെടുത്തുകയാണ്, മുസ്ലിമിയക്ക് ചൊല്ലാനുള്ള ദിക്റുകൾ ക്രോഡീകരിച്ച് എന്ന പതിൽ രേഖപ്പെടുത്തുകയാണ്. ഓ സഹോദരന്മാരെ, ഇതിൽ തന്നെ അതാ കാലുകൊച്ചിയപ്പോൾ സഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു യാ മുഹമ്മദ് എന്ന് റസൂലുള്ളാഹിനെ വിളിച്ച് തേടിയതും ഇതിൽ രേഖപ്പെടുത്തുകയാണ്. ഇത് രണ്ടും അതാ ഇബ്നു തൈമിയ്യ, നിങ്ങളെ നേതാവ് നിങ്ങൾ പറയുന്ന ഇബ്നു തൈമിയ്യ, അദ്ദേഹത്തിന്റെ അൽ കലിമു തയ്യിബ് എന്ന ഗ്രന്ഥത്തിലും രേഖപ്പെടുത്തുകയാണ്. ഓ സഹോദരന്മാരെ, അത് തന്നെ അതാ അതിനൊരു വിരോധവുമില്ലെന്ന് പറഞ്ഞിട്ട് നെഞ്ഞത്ത് കൈയ്യട്ടണമെന്ന് പറഞ്ഞ ശൗക്കാനി, നിങ്ങളെ നേതാവ്, അദ്ദേഹം എഴുതുന്നു തുഹ്ഫത്തുൽ ദാക്കിരീൻ എന്ന ഈ ഗ്രന്ഥത്തിൽ, കിതാബും കൊണ്ടുവാ, ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ കിതാബും കൊണ്ടുവാ. ഇനി ഞാൻ പറയട്ടെ സഹോദരന്മാരെ, നിങ്ങൾ ഓർക്കണം, തീർന്നില്ല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ അദബുൽ മുഫ്രദ്, അതിലും അതാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഹദ്റത്ത് റിജ്ലു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കാല് കോച്ചി. ഫഖാല ലഹു റജുൽ, ഒരാൾ പറഞ്ഞു, ഉദ്കുറു ഹബ്ബൻ നാസി ഇലൈക്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ നിങ്ങൾ വിളിച്ചോ. ഫഖാല യാ മുഹമ്മദ്, ഉടനെ വിളിച്ചു യാ മുഹമ്മദ്. വിളിച്ചപ്പോൾ കാലിന്റെ വിഷമം അങ്ങ് നീങ്ങി. ഇതെന്തിനാ ഇമാം ബുഖാരി കൊണ്ടുവന്നത്? ബാബു മാ യഖൂലു റജുലു ഇദാ ഖദറത് റിജ്ലുഹു. ഇമാം ബുഖാരി ഒരു അധ്യായം കൊടുക്കുകയാണ്. കാല് കോച്ചിയാൽ ചൊല്ലൽ സുന്നത്തായ ദിക്ർ, റസൂലുള്ളാഹിനെ വിളിക്കലാണ്, പറയലാണ്. ഇങ്ങനെ കാല് കോച്ചിയാൽ പോലും റസൂലുള്ളാഹിനെ വിളിക്കണമെന്ന് അൽ അദബുൽ മുഫ്രദ് എന്ന ഈ കിതാബിൽ എഴുതി വെച്ച ഇമാം ബുഖാരി കാഫിറാണോ സലഫി, മുശ്രിക്കാണോ സലഫി? വഫാത്തായ നബിയെ വിളിച്ച ശിർക്കാണെന്നല്ലേ നിങ്ങളെ വാദം? കുഫ്റാണെന്നല്ലേ നിങ്ങളെ വാദം? ഓ, പറയണം, നിങ്ങൾ ഈ മുസ്ലിം സമുദായത്തോട് പറയണം. നിങ്ങളെ കയ്യില് സഹോദര ധാരാളം പണമുണ്ട്, മുതലാളിമാരെ സക്കാത്തൊക്കെ പിരിച്ച് നിങ്ങൾ കയ്യിലാക്കിയിട്ട് പണം ധാരാളമുണ്ട്. നിങ്ങൾക്കതാ പണം ചെലവഴിച്ചിട്ട് കോടികൾ തുരക്കുന്നതിന് പ്രശ്നമില്ല. അത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ആരാന്റെ സക്കാത്തല്ലേ, വിശ്വാസമുണ്ടെങ്കിലല്ലേ നിങ്ങൾക്കതൊക്കെ പ്രശ്നമുള്ളൂ. പക്ഷേ ചോദിക്കട്ടെ, ഞാൻ ഇന്ന് ഉദ്ധരിച്ച ഓരോ ഇമാമീങ്ങളും അവരെ കിതാബിൽ എഴുതി വെച്ചത് അവര് ശിർക്ക് പ്രചരിപ്പിച്ചതാണോ മൗലവിമാരെ? ഞാൻ മഞ്ചേശ്വരത്തിന് ചോദിച്ചപ്പോ ഇമാം ബുഖാരി പ്രത്യേകം ഒരു ബാബ് കൊടുത്തുകൊണ്ട് ഒരു അധ്യായം കൊടുക്കുകയാണ്. എന്താണ് അധ്യായം? ബാബു മാ യഖൂലു റജുലു, ഒരാൾ പറയേണ്ട വാക്ക്, അതിനെ കുറിച്ച് പറയുന്ന അധ്യായം. ഇദാ ഖദറത് റിജ്ലുഹു, കാല് തളർന്നാൽ ഒരാൾ പറയേണ്ട വാക്കെന്ത് എന്നതിനെ കുറിച്ച് പറയുന്ന അധ്യായം. ആ അധ്യായത്തിൽ ഉദ്ധരിക്കുകയാണ് ഇമാം ബുഖാരി. അതെ, യാ മുഹമ്മദ് ഫഖാല ലഹു റജുലുൻ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കാലിൽ തളർന്നപ്പോൾ ഫഖാല ലഹു റജുലുൻ, ഒരാൾ പറഞ്ഞു, ഉദ്കുർ അഹബ്ബൻ നാസി ഇലൈക്, നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ വിളിക്കുക. എല്ലാവർക്കും അറിയാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരിക്കും അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ സംബന്ധിച്ചിടത്തോളം. മുസ്ലിമീങ്ങൾക്ക് അങ്ങനെ തന്നെ. ഉടനെ ഫഖാല യാ മുഹമ്മദ്, യാ മുഹമ്മദ് എന്ന് വിളിച്ചു. നിങ്ങളെ ശുദ്ധമായ കളവ് മാത്രം പറഞ്ഞു പഠിച്ച സക്കറിയ സലാഹി പറഞ്ഞു, യാ മുഹമ്മദ് എന്ന് യാ എന്ന് അദബുൽ മുഫ്രദിൽ ഇല്ലെന്ന് പറഞ്ഞു. അദബുൽ മുഫ്രദിൽ യാ മുഹമ്മദ് ഇല്ല, മുഹമ്മദ് എന്ന് മാത്രമേ ഉള്ളൂ. അദബുൽ മുഫ്രദിൽ യാ മുഹമ്മദ് ഇല്ല, മുഹമ്മദ് എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ചോദിച്ചാ കൊണ്ടുവന്നിട്ട് നോക്കാം, പരിശോധിക്കാമോ? ഉപദേശമുണ്ട് സലാഹി, കളവ് പറയുന്ന പരിപാടി നിർത്തിവെച്ചാൽ തന്നെ ഈ സംഘടനകൾ തമ്മിലുള്ള തർക്കം കുറെ തീരും. അപ്പൊ പരിശോധിക്കാൻ തയ്യാറില്ല, ഇപ്പോഴും തയ്യാറില്ല. യാ മുഹമ്മദ് എന്ന് കിതാബിലില്ലേ മൗലവിമാരെ? എന്തേ നിങ്ങൾക്ക് പറ്റിപ്പോയത്? എന്തിനാണ് നിങ്ങൾ മുസ്ലിമീങ്ങളെ ഈമാൻ നഷ്ടപ്പെടുത്തുന്നത്? എന്തിനാ സർവ്വ മഹല്ലിലും നിങ്ങൾ ഭിന്നിപ്പുണ്ടാക്കുന്നത്? എന്തിനാ നിങ്ങൾ ഓരോ നാട്ടിലും വന്ന് ഫിത്നയും ഫസാദും വിതക്കുന്നത്? എന്നിട്ട് നിങ്ങളെ ധാരണ എന്താണ്? ഞങ്ങളുടെ സംഘടനാപരമായ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ സ്ക്രീനിൽ വലിച്ചിട്ടാൽ ഞങ്ങൾ നാദാപത്തും ഞങ്ങൾ സുന്നികളായ ആളുകൾ ഓരോ സംഘടനക്കാര് തമ്മിൽ തല്ലുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ച് പെട്ടുപോയി അല്ലേ? എന്റെ മൗലവി, അക്കാലമൊക്കെ കഴിഞ്ഞുപോയി. നിങ്ങൾ ശരിക്കും നിങ്ങൾ ഇസ്ലാമിലാണോ അല്ലേ എന്ന് ആദ്യം ഒന്ന് ആലോചിക്ക്, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യം പറയാം. ഇനി ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കുന്ന മൗലവി,
നമ്മൾക്ക് ഇമാമിങ്ങളും ഉസ്താദുമാരും ഒക്കെ ചൊല്ലിത്തന്ന മൗലിദ്, ആ മൗലിദ് ചൊല്ലിയിട്ട് നമ്മളെ ശിർക്കും കുഫറുമാക്കുന്നത് ഒന്ന് കേട്ടോ സഹോദരന്മാരെ. മൗലവിനെ കാണാനൊരു ചെറിയ പൂതി ഉണ്ടാവൂലേ നിങ്ങൾക്ക്? അതുകൊണ്ട് നിങ്ങൾക്കൊന്ന് കാണാം. അദ്ദേഹം ഒരു മൗലിദ് ഓതട്ടെ. കാരണം മൂപ്പർക്ക് നല്ല സൗണ്ട് ഉണ്ട്. ഉള്ള പോലെ പറയണ്ടേ, അയാളെ സൗണ്ട് നല്ല സൗണ്ടാണ്. നമ്മൾ കളവ് പറയൂല, സൗണ്ട് ഉണ്ട്. ആ സൗണ്ട് കൊണ്ട് മൂപ്പര് കുറെ പാട്ട് പാടൂ. അതെന്തിനാ? ഈ പാട്ട് കേൾക്കാൻ വേണ്ടി കുറച്ചാൾ വന്നാൽ അതിന്റെ ഇടക്ക് കള്ളത്തരം പറയാലോ. അതിന് കുറെ പാട്ട് പാടും. ആ കൂട്ടത്തില് ഷറഫല്ലനാമ്, അത് ഞാൻ വെറുതെ പറഞ്ഞല്ല, ഇവരെ വേറൊരു മൗലവി പറയുന്നുണ്ട്, ഞങ്ങളെ ഹുസൈൻ സലഫിക്കുണ്ട് ഒരു സൗണ്ട്, അതുകൊണ്ടെങ്ങാനും ഞങ്ങളൊരു സലാത്ത് സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ 1000 വരും. അത് ഞാൻ ഇൻഷാല്ലാ നാളെ കേൾപ്പിച്ചിരുന്നു. അങ്ങനത്തെ കുറെ നാളേക്ക് വെക്കുന്നുണ്ട് ഞാൻ. ഇന്ന് കുറച്ച് കിതാബ് വായിക്കാന്ന് വെച്ചിട്ടാ. അതുകൊണ്ട് അതൊന്ന് കേൾപ്പിച്ചു. അബ്ദുൽ മിസ്കീൻ മൗലവി ഒന്ന് പാടട്ടെ. ഷറഫല്ലനാമ് മൂപ്പര് സ്വന്തം കുത്തിന് പാടൂല, നമ്മൾ മുഖേനെങ്കിലും പാടട്ടെ. ഷറഫല്ലനാമ് ഒന്ന് പാടിക്കും മൗലവിനെ കൊണ്ട്. عبدك المسكين يرجو فضلك الجم الغفير فيك قد أحسنت ظني يا بشير يا نذير فأغيثني وأجيرني يا بجير من السعير يا غياثي يا ملاذي في ملمات الأمور. അങ്ങയുടെ ഈ സാധുവായ അടിമ അങ്ങയിൽ നിന്ന് ധാരാളം ഔദാര്യം പ്രതീക്ഷിക്കുന്നു നബിയേ. അതുകൊണ്ട് എന്നെ സഹായിക്കണം, എന്നെ രക്ഷപ്പെടുത്തണം. എന്റെ അഭയമാണങ്ങെന്ന്, എന്റെ സഹായമാണങ്ങെന്ന്, ഏത് കാര്യത്തിലും എനിക്ക് അങ്ങാണ് അവലംബം എന്നിങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയല്ലേ. ഇത് ഇസ്ലാം പഠിപ്പിച്ചതാണോ? ഇസ്ലാം പഠിപ്പിച്ചതാണോ? ആരോടൊക്കെ ചോദ്യം? ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിനോട്, നവവി ഇമാമിനോട്, മാലിക് ഇമാമിനോട്, അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനോട്, ഇബ്നു ഖുദാമയോട്. ഞാൻ ഇതുവരെ വായിച്ച ദശക്കണക്കിന് ഇമാമികളുണ്ട്, അവരോടൊക്കെ സലഫിന്റെ ചോദ്യോ ഇത് ഇസ്ലാം പഠിപ്പിച്ചതാണോ? ഇസ്ലാം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം തന്നെ ഇയാൾക്കറിയോ? ഈ ഇമാമിങ്ങളോട് ചോദ്യം ഇത് ഇസ്ലാം പഠിപ്പിച്ചതാണോ? എന്നാൽ ഞാൻ മറുപടി പറയുന്നു, ആ ഇമാമിങ്ങളല്ലേ ഇല്ലാത്തത്? ഞങ്ങളിവിടെ ഇല്ലേ? ആ ഇമാമിങ്ങൾക്ക് വേണ്ടി പറയാൻ അല്ലാഹ് ഞങ്ങൾക്ക് തൗഫീഖ് തന്നിട്ടില്ലേ? അല്ലാഹുവേ, അവരെ ബറക്കത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ നീ ദുനിയാവിലും ആഖിറത്തിലും തരണം റഹ്മാനേ.